Holy Spirit, you make Jesus real. Shakarianduru kolorama sekara. Shout in your home and say, today something good is going to happen. കാര്യങ്ങളൊന്ന് അടിച്ചു വീട്ടിൽ നിന്ന് തുള്ളി ചാടി പറഞ്ഞു ഇന്ന് നല്ലതൊക്കെ എന്തോ സംഭവിക്കാൻ. Something good is going to happen. നല്ലതൊക്കെ എന്തോ സംഭവിക്കാൻ. Something very very good is going to happen because our daddy is a good daddy. He is the author of good things. വളരെ നന്മയേറിയത് എന്തെല്ലാമോ സംഭവിക്കാൻ പോകുന്നു. കാരണം നമ്മുടെ കർത്താവ് നന്മകളുടെ കർത്താവ്. Whenever we are alive, every breath expectation of good things is there. നമ്മുടെ ശ്വാസമുള്ളിടത്തോളം നന്മകളുടെ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരിക്കും. All the time. That is why it is so called the hope of glory, because the glory is in me, the hope is always good. അതുകൊണ്ടാണ് മഹത്വത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ആ മഹത്വം ദൈവത്തിന്റെ മഹത്വം എന്നിൽ ഉള്ളിടത്തോളം അതിന്റെ കൂടെ ഒരു വലിയ പ്രത്യാശയും കൂടെ. Today I believe if you are thirsty and you say, I receive every word, you will change the way you see things. Transformation will happen, healing will happen, and financial breakthroughs will happen. ഇന്ന് തിരുവചനം പ്രതീക്ഷയോടെ കേൾക്കുമ്പോൾ, ഒരു ദർശനത്തോടെ കേൾക്കുമ്പോൾ, അത് തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളെ, നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളെ, നിങ്ങളുടെ ആരോഗ്യത്തെ, മുഴുവൻ മേഖലകളെയും മാറ്റിമറിക്കും. If you believe it, shout the name of Jesus. അത് വിശ്വസിക്കുന്നവർ യേശുവേ. Hallelujah. Can you tell yourself something good is going to happen today? സ്വയം എന്ന് പറഞ്ഞേ നിനക്ക് എന്തോ നല്ലതെന്ന് വരാൻ. Something good is happening today. ഒന്ന് പറഞ്ഞേ നിനക്ക് എന്തോ നല്ലത് വരാൻ. Something good is going to happen today. വളരെ നല്ലത് എന്തോ എനിക്ക് വരാൻ പോകുന്നു. Something best is going to happen today. ഏറ്റവും നല്ലത് വരാൻ. Because my daddy is the best daddy in the world. കാരണം എൻ്റെ ഡാഡി ലോകത്തിലെ ഏറ്റവും നല്ല ഡാഡി. And he is seated at the throne of grace where unmerited favor is flowing. കാരണം എൻ്റെ ഡാഡി ഇപ്പോൾ ഇരിക്കുന്നത് കൃപയുടെ സിംഹാസനത്തിലാണ്. അവിടുന്ന് അർഹതയില്ലാത്ത നന്മകൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. Rivers are flowing. Rivers. ഉള്ളിൽ നിന്ന് നദികൾ ഒഴുകുകയാണ്. Whatever type I want, I can take. I can approach throne of grace in the boldness that I am in Christ Jesus. ക്രിസ്തുവിലാണ് ഞാൻ എന്നുള്ള ഉറപ്പോടുകൂടി ഈ കൃപാ സിംഹാസനത്തിനടുത്ത് ഏത് കാര്യത്തിനു വേണ്ടി പോകാം, ഏത് വിധ നന്മയാണോ വേണ്ടി അതെല്ലാം അവിടെ എനിക്കുണ്ട്. You can take it, anything you want. It is grace. It is provided. Just live, touch it by faith and take it. നിങ്ങൾക്ക് വേണ്ടി ഏത് നന്മയും കൃപയാൽ യേശുവിലൂടെ അവിടെ ചെല്ലാം, പ്രാപിക്കാം. ഏത് നന്മയും വിശ്വാസത്താൽ പിടിച്ചെടുത്താട്ടെ. When you are born again, when you become a new creation, നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ അഥവാ പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ, the most important thing is that our mind also has to become renewed every moment of the day. നമ്മുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ മനസ്സൂടെ പുതുക്കി ചിന്താഗതികളെ പുതുക്കണം. So listen to the word in all attention. I want you to be focused in the word. If something else is there, just shut it down and listen, because you will be transformed. Something good will happen every moment of this message. ആകയാൽ നിങ്ങൾ ഇന്ന് വചനം കേൾക്കുമ്പോൾ എവിടെയായിരുന്നാലും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ദൈവവചനമാണ് അത് നമ്മളെ ആകെ പാടെ മാറ്റുന്നാകയാൽ അതിനുവേണ്ടി മാത്രം മനസ്സ് ഫോക്കസ് ചെയ്തിരുന്നാൽ something extraordinary you are already having, it will be released out of you because glory is in you. നിങ്ങളിൽ ദൈവമഹത്വമുള്ളതുകൊണ്ട് ദൈവമഹത്വത്തിനകത്ത് അസാധാരണമായ സംഗതികൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അകത്തുണ്ട്. പക്ഷെ വചനം കേൾക്കുമ്പോഴാണ് അതിനെ തിരിച്ചറിഞ്ഞ് അത് നിങ്ങളിൽ നിന്ന് വെളിയിൽ വരുവാൻ ഇടയായി തീരുന്നത്. For some it will be a sad message when I say, but for some it will get excited.
ചിലരെ സംബന്ധിച്ച് ഈ സന്ദേശം അല്പം പ്രയാസം പോലെ തോന്നും, എന്നാൽ ചിലർക്ക് ഇത് ഭയങ്കര ആശ്ചര്യപരമായി. Because from today you will have to stop finding excuse that God did not do it. കാരണം ഇന്നത്തെ പ്രസംഗം കഴിയുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തല്ലെന്ന് ഇനി പറയാൻ ഒക്കാതെ വരും. You will have no one to accuse, because the message is going to be coming out of the word as it is. ഇന്ന് ദൈവവചനത്തിൽ എന്ത് പറഞ്ഞോ അത് പറഞ്ഞുകൊണ്ട് ഇനി ആരെയും പഴിചാരി അവര് കാരണം ഇവര് കാരണം എന്ന് പറയാൻ വിശ്വാസിക്ക് ഒക്കാതെ വരും. Because many a time we believe and we speak that God will do it. കാരണം ഞങ്ങള് many times we believe and we say, whenever someone is praying also they will say God is going to do it. പലരും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയും ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. But the truth is God has done it and now it is my responsibility. No one wants to take responsibility. They want to put responsibility on the man of God who did not pray properly. They want to put responsibility on God who is the responsible for everything. എന്തെങ്കിലും ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടം ഒന്നുകിൽ പ്രാർത്ഥിച്ച ദൈവദാസന്റെ മേൽ പഴിചാരുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ മേൽ പഴിചാരി സ്വയം സ്വതന്ത്രരാകുക. So today, as you go through the word of God, you will understand that whatever you are going through, you are responsible, because whatever God had to do, He has done it. കാരണം ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ കിട്ടിയില്ല, പ്രാപിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇനി ഈ വചനം കേട്ട് വരും ആരെയും പഴിചാരാനൊക്കത്തില്ല. ഒരു കാര്യം പിടിവിട്ട് ഞാൻ തന്നെയാണ് എടുക്കേണ്ടത്, ദൈവം ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞു. Accusing God started from the Garden of Eden. ദൈവത്തെ പഴിചാരുന്നത് ഏദൻ തോട്ടത്തിൽ തന്നെ ആരംഭിച്ചതാണ്. When God came and asked Adam, where are you? He said, I am naked. ആദാമിനെ നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആദാം പറഞ്ഞു ഞാൻ നഗ്നനാണെന്ന് പറഞ്ഞു. And then God said, did you eat the fruit? നീ ആ പഴം തിന്നല്ലേ? So that time, at that moment, Adam could have said yes or no. ആ സമയത്ത് ചോദിച്ച് തിന്നോന്ന് ചോദിച്ചാൽ ഇല്ല അല്ലെ ഉണ്ടെന്ന് മറുപടി പറഞ്ഞാൽ മതി. And he did not want to blame Eve, because Eve was going to be with him now. മാത്രമല്ല ഹവ്വായെ അത്ര പഴിചാരാൻ ഇഷ്ടമില്ല, കാരണം കൂടെ താമസിക്കേണ്ടതാണല്ലോ. And so what did he say? He said, the woman you gave me the fruit. You are responsible for this. നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ എനിക്ക് ഈ പഴം പറിച്ചു തന്നു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വന്നാൽ ദൈവം തന്നെ നീയാണ് എൻ്റെ കുഴപ്പക്കാരൻ. Many times we want the blame on someone, our circumstances, on someone else, my neighbor, my auntie, my uncle, my pastor, my church. Everything we want to blame so that we are free. നമുക്കെപ്പോഴും ഇഷ്ടം, ഈ നമ്മുടെ ജഡത്തിന് എപ്പോഴും ഇഷ്ടം നമുക്കൊരു കുറ്റമില്ലെന്ന് പറയാനാണ്. നമ്മളുടെ ആ പഴി നമ്മൾ ആൻറ്റിയെ, നമ്മുടെ അങ്കിളിനെ, നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ ഓഫീസിലുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുള്ളവരെ അവർ കാരണം ഇവർ കാരണമാണെന്ന് പഴചാരി എനിക്ക് സ്വതന്ത്രനാകുന്ന എൻ്റെ ജഡത്തിന് ഇഷ്ടം. But there are some who have a different spirit, like the boy who drew the mark sheet, who drew his dream and had faith in God and started believing and dreaming for big things. എന്നാൽ സാഹചര്യങ്ങളെ പഴിക്കാതെ, വീട്ടിലെ ഉള്ള പ്രതിസന്ധികളെ നോക്കാതെ, കേട്ട വചനത്തിൽ ആശ്രയിച്ച് തനിക്ക് ലഭിക്കാൻ പോകുന്ന മാർക്ക് ലിസ്റ്റ് വരച്ച ഒരു മോനെ ഇപ്പം നമ്മൾ കണ്ടല്ലോ, അത് വേറൊരു ആത്മാവുള്ള ടൈപ്പ് പാർട്ടികളാണ്. Meaning that is the real Holy Spirit. അതാണ് ശരിയായ പരിശുദ്ധാത്മാവ്. I will tell you something. The choice is ours. We can keep on depending and blaming others, or today, as Jesus said, are you willing? Arise, take the bed, walk. അതായത് എനിക്ക് വേണമെങ്കിൽ ആ മുടന്തനെ പോലെ അവരെന്നെ വെള്ളത്തിൽ ഇറക്കിയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പഴിചാരിയിരിക്കാം, അല്ലെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി വാക്ക് പുറപ്പെടുവിച്ചു, അതിനകത്ത് എൻ്റെ വിടുതൽ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കാം. That is why the Bible says fighting a good fight of faith and holding on to eternal life. 1 Timothy 6:12. അതുകൊണ്ടാണ് 1 തിമോത്തി 6:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നല്ല പോർ പൊരുത് നിത്യജീവനെ പിടിച്ചുകൊണ്ട്. The fight of faith is mine,
but the dependence is on eternal life, which is Jesus in me. ആ പോർ പൊരുതുക, വിവിധ സാഹചര്യങ്ങളിൽ ഞാനാണ് അവിടെ പോരാടേണ്ടത്, ഞാനാണ് സ്റ്റെപ്പ് വെക്കേണ്ടത്. ഞാൻ നല്ല പോർ പൊരുതുന്നത്, പക്ഷേ എൻ്റെ പൂർണ്ണ ആശ്രയം നിത്യജീവനായ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. So that is why it is very important to renew our mind to understand that healing has already been done. Now I have to activate what the word of God has been spoken. അതുകൊണ്ടാണ് ഞാൻ അറിയേണ്ടത്, സൗഖ്യം എനിക്ക് വേണ്ടി 2000 വർഷം മുമ്പ് തന്നെ നിർവഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാനാണത് വിശ്വാസത്താൽ എടുത്ത് ചുവട് വെക്കേണ്ടത്. I trust the word than the circumstance or what others say. If the word says so, period, my case is over. അതുകൊണ്ടാണ് ഞാൻ ദൈവം പറഞ്ഞ വാക്കിനാണ് ഏറ്റവും വില കൽപ്പിക്കുന്നത്. ദൈവം അങ്ങനെ പറഞ്ഞു, അതങ്ങനെ തന്നെ. അവരെന്ത് പറഞ്ഞു, ഇവരെന്ത് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ എന്ത് അനുഭവിക്കുന്നു, ഐ ഡോണ്ട് മൈൻഡ്. എനിക്ക് ദൈവം പറഞ്ഞ വാക്കാണ് എൻ്റെ അന്തിമവാക്ക്. I don't care who is standing in front of me or how big the problem is. I trust the word which says the one in me is greater. ആകയാൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ്റെ വലിപ്പമോ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തിൻ്റെ വലിപ്പമോ എനിക്ക് വിഷയമേ അല്ല. എന്നോട് സംസാരിച്ച അത്യുന്നതനായ കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നു, അതാണ് ഞാൻ കാര്യമാക്കുന്നത്. And that is what you, when you listen to the stories or you read the Bible, men of faith did not depend on their strength, they trusted God who had spoken to them. അതുകൊണ്ടാണ് ബൈബിളിന്റെ ആദ്യം അവിടെ അന്തം നിങ്ങൾ നോക്കിയാൽ സ്വന്തം ബലത്തിലോ ബലഹീനതയിലോ ഊന്നാതെ ദൈവം പറഞ്ഞ വാക്കിൽ ആശ്രയിച്ചവരിൽ ദൈവം ചെയ്ത ക്രിയകളാണ് നമ്മൾ കാണുന്നത്. When the little boy David was carrying lunch to his brothers who were soldiers of high stature, when they saw a higher stature called Goliath with arms and weapon, he was surprised, why is everyone running? ഇവിടെ ഇതാ ദാവീദ് തൻ്റെ വലിയ പൊക്കവും തടിയും സൗന്ദര്യന്മാരുമായ വിദ്യാഭ്യാസമുള്ള തൻ്റെ ജ്യേഷ്ഠന്മാർക്ക് ഉച്ചയൂണിൻ്റെ പൊതിച്ചോറുമായി വരുമ്പോൾ, പിന്നീട് നോക്കിയപ്പോൾ അതിലും വലിയ ഗോലിയാത്തിനെ കണ്ടപ്പോൾ അവരൊക്കെ എവിടെ പോയി, മാളത്തിൽ ഒളിച്ചു. എന്നാൽ ഈ പയ്യനോർക്കാണ് അവരൊക്കെ എവിടെ പോയി. He was not looking at Goliath, he was knowing that God is with him. താൻ ഗോലിയാത്ത് എന്ന ഭീകരന്റെ വലിപ്പമല്ല, ദൈവം തന്റെ കൂടെ ഉണ്ടെന്ന് ഉറച്ചു. He did not look at the arms and ammunitions that he had. He knew that God was on his side. ആ ഗോലിയാത്തിന്റെ വലിപ്പവും അവൻ ധരിച്ച പടച്ചട്ടയും പടക്കൂട്ടങ്ങളുമല്ല, മറിച്ച് തന്റെ കൂടെയുള്ള ദൈവത്തിന്റെ ശക്തിയാണ് ഗോലിയാത്ത് ദാവീദ് വിശ്വസിച്ചു. And that is why he said, who is he to challenge the God of Israel? അതുകൊണ്ടാണ് ഇവൻ ആരാണ് ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുവാൻ. The rest, everyone was looking at the height, the arms and ammunitions, the bigger problems they were seeing, but he was seeing the bigger God which was in him. അതുകൊണ്ടാണ് ബാക്കി തന്റെ ചേട്ടന്മാരും സമൂഹങ്ങളും മൊത്തം ആ വന്ന മല്ലന്റെ വലിപ്പവും അവന്റെ പടച്ചട്ടയും കണ്ട് മാളത്തിൽ ഒളിച്ചപ്പോൾ ഈ ചെറുബാലൻ നോക്കിയത് തന്റെ കർത്താവിന്റെ വലുപ്പത്തെയാണ്. He did not look at what was exterior. He knew that God was with him. So he was not depending on a sword or a weapon. He just took a stone and flung it, knowing that Goliath will go down. അതുകൊണ്ടാണ് തന്റെ ശത്രുവിന്റെ കയ്യിലിരുന്ന തന്റെ വലിപ്പവും തന്റെ പടച്ചട്ടയും ഒന്നും നോക്കിയില്ല, തന്റെ കയ്യിൽ വാളുണ്ടോ കുന്തമുണ്ടോ നോക്കിയില്ല. തന്റെ കയ്യിലുള്ളതിന്റെ ബലമല്ല, തന്റെ കൂടെയുള്ളവന്റെ ശക്തി അറിയാവുന്നതുകൊണ്ട് ഒരു കല്ലെടുത്ത് ഒരൊറ്റ ഏറ് വെച്ചു കൊടുത്തു, മല്ലൻ നിലത്ത് പതിച്ചു. Today something greater has happened in you and me. എന്നാൽ ഇന്ന് ദാവീദിന് ലഭിച്ചതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ ഒന്നാണ് യേശുവിനുള്ള നിനക്കും എനിക്കും തന്നിരിക്കുന്നത്. David was not the temple of God. David was not the child of God. David was not who you are today. You are a child of God. You are the temple of God. The glory of God is in you. God lives inside of you. Today it is you who will say, God is with me. Who can be
against me. ദാവീദിനെ നോക്കുക. ആ ദാവീദ് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു ദൈവപൈതലായിരുന്നില്ല. ആ ദാവീദ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവത്തിന്റെ പൈതല്, ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ അവകാശിയായ മകനാണ് നീ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നീ. ആകയാൽ നീ വിളിച്ചു പറയണം, കർത്താവ് എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആര്? Today I am not going to look at what the doctors have given a final notice. You are going to die is what they have said, but I will trust the word which says, I will not die but shall live and declare the works of God. With long life I will be satisfied. I am healed by the stripes of Jesus. It will change your circumstance. ആകയാൽ നിന്ന് രോഗം ബാധിക്കുക മാത്രമല്ല, ഡോക്ടർമാർ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു റിപ്പോർട്ട് നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണെങ്കിൽ അതിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയണം, എന്റെ കർത്താവ് ജീവിച്ചിരിക്കാൻ ഞാനും ജീവിച്ചിരിക്കും, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് വിളിച്ചു പറഞ്ഞ് അവന്റെ അടിപ്പിണരുകളാണുള്ള സൗഖ്യം വിശ്വസിച്ച് സ്റ്റെപ്പ് വെച്ചാൽ റിപ്പോർട്ട് മാറിപ്പോകും. നീ പറഞ്ഞതേ സംഭവിക്കും. That be there is a big financial problem, but God is bigger who is inside of you. God is bigger who is in you. God is in you is mightier than all the powers caught together. ഒരുപക്ഷെ നിന്റെ മുമ്പിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു പർവ്വതം നിൽപ്പുണ്ടായിരിക്കും. എന്നാൽ നീ പറയണം, ആ പ്രതിസന്ധിയുടെ പർവ്വതത്തെക്കാൾ വലിയവൻ എന്റെ അകത്തിരിക്കുന്നത് കൊണ്ട് അതിനെന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ലെന്ന് തിരിച്ചറിയുമ്പോൾ നിന്നിലുള്ള മഹത്വം, നിന്നിലുള്ള ദൈവ സാന്നിധ്യം, യേശു വസിക്കുന്നത്, പരിശുദ്ധാത്മാവ് വസിക്കുന്നത് നീ ആരാം തിരിച്ചറിഞ്ഞാൽ പ്രതിസന്ധികൾ നിന്നെ വിട്ടോടി പോകും. When you know who you are, you will lift your head up. You will say, no problem, nothing, no man can stand in front of me because the one in me is greater. നീ ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞാൽ ഒരു പ്രശ്നവും ഒരു വ്യക്തിയും ഒരു സമൂഹവും ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും നിന്നിലുള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകിയാൽ നിന്റെ മുമ്പിൽ നിൽക്കയില്ല. പുക പതറിപ്പോകുന്ന പോലെ അത് പതറിപ്പോകും. Fighting a good fight of faith is not saying, oh, God will do it, God will do it, God will do it. No. നല്ല പോർ പൊരുതുക എന്ന് പറഞ്ഞ് ദൈവം ചെയ്യും, ദൈവം സ്വത്രം പറയുന്നതല്ല. That is why in Mark 11:22 Jesus said, have faith in God. അതുകൊണ്ടാണ് മർക്കോസ് 11:22 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിപ്പീൻ. Trust in the Lord with all your heart. Do not lean to your own understanding. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. Now, trusting God, have faith in God does not mean God is going to move now. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്ക് പ്രശ്നമുള്ളപ്പോൾ ദൈവം അതിന്റെ മധ്യത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചോളുമെന്നല്ല. Because the next word says, assuredly I say to you, whoever says whatever, the mountain will go. അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത്, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, താൻ പറയുന്നത് സംഭവിക്കും. ദൈവമേ കൈനീട്ടണം എന്നല്ല, താൻ പറയുന്നത് സംഭവിക്കും. What I say. Now, Jesus makes it very clear. യേശുവിടെ വളരെ വ്യക്തമാക്കുകയാണ്. Your faith is in God, meaning the faith is in His word. Now it is I who have to command the mountain to get out. ഇവിടെ ഇപ്പോൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. അതുകൊണ്ട് ദൈവം വന്ന് മലയെ നീക്കുമെന്നല്ല, നീ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് മലയോട് കൽപ്പിക്കണം. ദൈവമല്ല, നീയാണ് പ്രവർത്തിക്കേണ്ടത്. Many born again Christians, new creation even today, they say God is going to act. God acted by sending His Son Jesus, who fulfilled everything and said, go, I give you all the authority. പല ഈ രക്ഷിക്കപ്പെട്ട വിശ്വാസികളും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചോളും. ദൈവം പ്രവർത്തിച്ചു, സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു, നമ്മുടെ പാപവും ശാപവും ഏറ്റെടുത്ത് മരിച്ച് അടക്കപ്പെട്ട്
ഉയർത്ത പിതാവിന്റെ സന്നിധിയിൽ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെടുവിൻ, നിങ്ങൾ പറയുവിൻ, നിങ്ങൾ കൈവെക്കുവിൻ. That is why even Romans 8:31-32, if God be for us, who can be against us? The next word is, he who gave his son, shall not he give everything? Meaning everything is already given. Can you read Romans chapter 8 verse 31-32? റോമർ 8:31-32 വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വായിച്ചു കിട്ടിയവർ വായിക്കുക. ഇത് സംബന്ധിച്ച് നാം എന്തു പറയും? ആ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ God is now for you. നമുക്ക് പ്രതികൂലം ആറ്. ആ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന. ടുഡേ മൈ ക്വസ്റ്റ്യൻ വിൽ ബി, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ചോദ്യം, ഏൽപ്പിച്ചു തന്ന യേശുവിനെ കൊണ്ട് എന്ത് ചെയ്തു എന്നാ. The Bible does not say Jesus is going to act. The Bible says you have to act. ബൈബിൾ പറയുന്നത് യേശു പ്രവർത്തിക്കുമെന്നല്ല, നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ്. Because again, he who did not spare his own son, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി തന്നവൻ, gave us, shall he not give? Meaning it is already given. God is already in me. God is for me. Now I have to go forward, and as I move forward, every obstacle will move. അവിടെ പറയുന്ന സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് തന്നവൻ എന്ന് പറഞ്ഞാൽ, ആ ക്രിസ്തുവിനെ നമുക്ക് തന്നപ്പോൾ അവനിലൂടെ അവനോട് കൂടെ സകലവും തന്നിട്ടുണ്ട്. ഇനി തരണേ എന്ന് പറയണ്ട, ആ തന്നവനെ എടുത്തുകൊണ്ട് ആ നാമത്തിൽ ഞാൻ സ്റ്റെപ്പ് വെക്കുമ്പോഴാണ് പ്രവർത്തിക്കുക. It is to understand that I am the heir of God, co-heir with Christ. Does it have any sense or anything reality in your mind? അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശിയുമാണെന്ന് പറയുമ്പോൾ അത് മനസ്സിലാകുന്നില്ലേ? That you are not to be again under the bondage of fear, knowing that you are adopted into the family of God. വീണ്ടും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബാപിതാവേ എന്ന് വിളിക്കുന്ന ആ ദത്തെടുപ്പിന്റെ ദൈവ കുടുംബത്തിലെ മക്കളായ ചിന്താഗതിയാണ് തന്നെ. God becomes my father. ദൈവം എൻ്റെ പിതാവായിരിക്കുമ്പോൾ I don't have to be bothered about anything, but I have to speak. I have to believe that when I speak in the unseen, something is going to happen. ദൈവം എൻ്റെ പിതാവായിരിക്കുമ്പോൾ ഞാൻ ഇനി ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണം, മറിച്ച് എൻ്റെ ഉള്ളിലുള്ള കർത്താവിൽ ഞാൻ സംസാരിക്കണം, ഞാൻ ഉച്ചരിക്കണം, ഞാൻ സ്റ്റെപ്പ് വെക്കണം. അവിടെ ദൈവം മൂവ് ചെയ്യുന്ന പോലെയാണ്. Fighting the fight of faith is not physical, but it is happening in the mind. വാസ്തവത്തിൽ നല്ല പോർ പൊരുതുക എന്ന് പറയുന്നത് ശരീരത്തിൽ പുറമേ കാണുന്ന ഒരു യുദ്ധമല്ല, അവിടെ മനസ്സിന്റെ ഒരു പോരാട്ടമാണ്. That is why in 2 Corinthians 10 the Bible says, bringing it into captivity every thoughts and imagination rising above the word of God or the word of Christ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 10 മുമ്പിൽ ദൈവ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ചിന്തകളെയും ഭാവനകളെയും പിടിച്ചടക്കാൻ പറയുന്നത്. Oh, today I attended the meeting thinking that Tangu brother will pray and healing will take place, but he is saying now I have to pray. Yes my dear, take responsibility. ഇന്ന് ഞാൻ ഓർത്ത ഞായറാഴ്ച ആരാധനയിൽ തങ്കു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ പേര് വിളിക്കും, എനിക്ക് വിടുതലാകും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ എനിക്കാണോ? അതെ, നിങ്ങൾ ഉത്തരവാദിത്തം എടുത്താൽ മതിയാവും. Stir up the gift inside of you. You have a fire. You have the Holy Spirit. You have God living inside of you. Open your eyes and see who you are. നിങ്ങളുടെ അകത്തുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. എന്തെന്നാൽ നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ അഗ്നി ഇരിപ്പുണ്ട്, അഭിഷേകം ഇരിപ്പുണ്ട്. നിങ്ങളിലുള്ള കൃപാവരം ജ്വലിപ്പിക്കുക. That is why the ultimate of faith is rest. Resting, knowing that I am a child of God, everything is provided, I don't have to be anxious or worried. അതുകൊണ്ടാണ് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവനറിയാം, ഞാൻ ദൈവ പൈതലാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിരിക്കുകയാണ്. ആ ഒരു ബോധ്യത്തിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള വിശ്രമം, റെസ്റ്റാണ് ഒരു ദൈവ പൈതലിൻ്റെ മനോഭാവം. Our children don't discuss with each other
will we get breakfast tomorrow? നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നിച്ചു കൂടിയിരുന്ന് നാളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് എപ്പോഴെങ്കിലും ആലോചിക്കുന്ന കേട്ടിട്ടുണ്ട്. They just walk to the table and say, what is there for breakfast? അവര് നേരെ വന്ന് അടുക്കളയിൽ വന്ന് ഇന്ന് അമ്മ എന്നാ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെന്ന് ചോദിച്ചു. They know it is provided because they know they are the child in the house. ആ വീട്ടിലെ മക്കളാണെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അവരെ സ്വാതന്ത്ര്യത്തോടെ അടുക്കളയിൽ വന്നത് ചോദിച്ചു. I will tell you something. The bigger your vision about who God is, bigger your vision will become. ആകയാൽ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് നിങ്ങളുടെ ദർശനം വലുതാവും തോറും ആ കൂട്ടത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ദർശനം വലുതാവും. The bigger you think that your God is, bigger vision, bigger hopes, bigger declaration you will do. നിങ്ങളുടെ ദൈവം ഏറ്റവും വലുതാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ നിന്റെ വാ കൊണ്ട് വാ പൊളിച്ചു വലിയ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയും. That is why we don't go like a mere man. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ വെറും മനുഷ്യരെ പോലെ We don't talk cheap things. അതുകൊണ്ടാണ് നമ്മൾ വില കുറഞ്ഞ കാര്യങ്ങൾ We are പറയുന്നത്. talking about reaching 8 billion souls. ഞങ്ങൾ സംസാരിക്കുന്നത് 800 കോടിയിലധികം ജനങ്ങളെ യേശുവിന്റെ സ്നേഹം പകർന്നു കൊടുക്കുന്ന കാര്യമാണ്. Because we know that the world today needs a savior called Jesus. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഇന്നത്തെ നശിക്കുന്ന ലോകത്തിന് ആവശ്യം അത്ഭുത രക്ഷകനായ യേശുവിനെയാണ്. Because we know that when we are speaking, the words we are releasing is not confined into the studio or wherever we are. It is spirit and it travels to the ends of the earth. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന വാക്കുകൾ ഈ സ്റ്റുഡിയോയുടെ 4 ചുവരുകളിൽ ഒതുങ്ങുകയല്ല, മറിച്ച് ഈ വചനം ആത്മാവാകയാൽ അത് കാറ്റ് പോലെ അതിരുകളില്ലാതെ ലോകത്തെ സ്പർശിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. Resting is faith. വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് വിശ്രമമാണ്. When I come to, and that is why in Hebrews chapter 4, therefore, since a promise remains of entering his rest. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. ഒന്ന് വായിച്ചോളൂ. പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടണം എന്ന് പറഞ്ഞാൽ it is not becoming afraid, it is knowing that why am I anxious again, why am I afraid again, because I know that I am standing in the strength of the Lord. അവിടെ പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ കണ്ട് പേടിച്ച് ആ പേടിയെക്കുറിച്ചല്ല, മറിച്ച് എനിക്കിപ്പോഴും ആകുല ചിന്തയുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് റെസ്റ്റ് ചെയ്യുന്നില്ല, അത് ഞാൻ തിരിച്ചറിയണമെന്ന് ആ ഭയം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നു. Because it is continuation of what is in chapter 3. It is talking about Israel. Israel did not do anything to come out of Egypt. Israel did not do to receive manna every day. Israel did not worry about anything because it was provided by God. Yet, because their heart got hard, they asked, can he spread a table in the wilderness? ഇത് വാസ്തവത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ആ റെസ്റ്റാണ് നമുക്ക് തന്നിരിക്കുന്ന ആ വിശ്രമം. ഇത് പറയുന്നതിന് തൊട്ട് മുമ്പ് 3-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിച്ചിട്ടല്ല, അവർ കഷ്ടപ്പെട്ടിട്ടല്ല, ഫറവോൻ്റെ അടിമത്തത്തിൽ 400 വർഷം കടന്നിട്ട് വെളിയിൽ വന്നത്. അവർ പ്രാർത്ഥിച്ചിട്ടല്ല, അവർ അധ്വാനിച്ചിട്ടല്ല, ഡെയിലി അവർക്ക് മന്ന ഒരുക്കിയത്, ഇതൊന്നും അവർ ഭാരപ്പെട്ടിട്ടല്ല കിട്ടിയത്. എന്നിട്ടും അവരെന്ത് ചെയ്തു? മരുഭൂമിയിൽ അവരുടെ ഹൃദയം കഠിനപ്പെട്ടിട്ട് ദൈവം നടത്തിയ വഴികൾ മറന്നിട്ട് മരുഭൂമിയിൽ ഞങ്ങൾക്കൊരു വലിയ വിരുന്നൊരുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഹൃദയകാഠിന്യം അവർക്കുണ്ടായതിനെ കുറിച്ചാണ് പറയുന്നത്. What I have to see is to protect my heart, that it doesn't get hardened. I will not incline in my understanding, so that my trust in God with a clean heart never leaves. അകലൊരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് എന്ത് കിട്ടും, അത് നടക്കുമോ എന്നല്ല ഭാരപ്പെടുന്നത്, മറിച്ച് അവിശ്വസിച്ച് ഹൃദയകാഠിന്യം ഉണ്ടാകാതെ എൻ്റെ ഹൃദയത്തെ നോക്കുന്ന ജോലി മാത്രമേ എനിക്കുള്ളൂ. Because you are already delivered. You are not going to be delivered today. You are already delivered from the power of darkness. Today, all you have to do is to
shake it off and move forward. ഇന്നത്തെ മീറ്റിംഗ് അല്ല നിങ്ങളെ വിടുതലിന്റെ ദിവസം, മറിച്ച് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നിങ്ങൾ വിടുവിക്കപ്പെട്ടവരാണ്. ആ തിരിച്ചറിവോടെ അതിനെ കുടഞ്ഞു കളഞ്ഞ് വെളിയിൽ വരേണ്ടത് നിങ്ങളാണ്. If I tell you, I'm going to pray for you the whole night, and tomorrow the miracle will happen, it is a lie. The truth is, you have been delivered. You have to arise, break that chain of sickness, break that chain of poverty, and declare what God has spoken. ഞാൻ നിങ്ങളോട് പറയാണെന്നിരിക്കട്ടെ, ഞാൻ ഇന്ന് രാത്രി മുഴുവൻ മുട്ടിന്മേൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് വിടുതലായിരിക്കും എന്ന് പറയാനല്ല, മറിച്ച് ഞാൻ അങ്ങനെ പറയുന്നെങ്കിൽ അത് വചനവിരുദ്ധമാണ്. മറിച്ച് 2000 വർഷം മുമ്പ് നിങ്ങളുടെ വിടുതൽ യേശു ക്രിസ്തു തന്നത്, ഇനി അത് ഞാൻ അനുഭവിച്ചേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് കുടഞ്ഞെഴുന്നേറ്റ് പൊട്ടിച്ചെറിയാനാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. Oh, tell that sickness in your body, tell that weakness in your body, enough is enough, get out, because I am the temple of God. I am already healed by the stripes of Jesus. I am delivered from sickness, delivered from poverty, delivered from everything that the darkness had brought to me. ആകയാൽ ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ രോഗപ്രയാസമാകാം, നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രതിസന്ധിയാകാം, അതിനോട് വേണം മതി മതി മതി, ഞാൻ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, എന്റെ ഈ രോഗവും എന്റെ ഈ പ്രതിസന്ധിയും എന്റെ യേശു കാൽവറിയിൽ ചുമന്നതാകയാൽ ഇനി എന്നിൽ ഇരിപ്പാൻ നിനക്ക് അധികാരമില്ല, കുടഞ്ഞു കളയേണ്ട സമയം. I believe in a creator, not a repairer. Declare, my Father is a creator. I command creative miracle to happen in my body. ആകയാൽ ഞാനൊന്ന് വിളിച്ചു പറയട്ടെ, ഞാൻ പ്രസംഗിക്കുന്നത് ഒരു സൃഷ്ടിതാവിനെയാ, കേടുപോക്കുന്ന ഒരു വർക്ക്ഷോപ്പുകാരനെ അല്ല. ആ സൃഷ്ടിക്കുന്നവൻ എനിക്കുള്ളത് കൊണ്ട് എന്റെ ശരീരത്തിൽ ഇല്ലാത്തത് ഉളവായി വരട്ടെ എന്ന് പറയുക. You say it and you will enjoy it. You will understand that you are powerful in Christ. You have a name that is above every name, the name of Jesus in your mouth. നിങ്ങൾ പറയുക, നിങ്ങൾ ഉച്ചരിക്കുക, നിങ്ങൾ വിളംബരം ചെയ്യുക, നിങ്ങളുടെ വാ കൊണ്ട് വിളിച്ചു പറയുക, എന്തെന്ന് നിങ്ങളിലുള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. If you believed in your heart and confessed with your mouth that Jesus is your Lord and you escaped hell, rest all the miracles are little compared to salvation, which is the biggest gift. നിങ്ങൾ ഒരിക്കൽ ഒറ്റത്തവണ വായ കൊണ്ട് യേശുവിന്റെ കർത്താവാണ്, അവൻ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച നിമിഷം സ്വർഗം നിങ്ങളുടെ സ്വന്തമായെങ്കിൽ, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ, ബാക്കി സൗഖ്യമാകട്ടെ മറ്റെന്തുമാകട്ടെ അതിലെത്രയോ ചെറുതാണ് ഇത്രയും വലിയ നിത്യരക്ഷ വാ കൊണ്ടൊന്ന് പറഞ്ഞപ്പോൾ കിട്ടിയെങ്കിൽ ആ രോഗസൗഖ്യം, ആ സാമ്പത്തിക വിടുതൽ, ആ പ്രതിസന്ധിയുടെ വിടുതൽ വിശ്വാസത്തോടെ നീ ഉച്ചരിക്കുമ്പോൾ നിന്റേതായി മാറും. Have faith in God, have faith in God, have faith in God and speak to the mountain. You speak to the mountain, you speak to your sickness, you take your poverty. Have faith in God, speak to the mountain. Believe in your heart, speak to the mountain. ആകയാൽ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ, നിങ്ങൾ മലയോട് കൽപ്പിക്കാൻ. ദൈവത്തിൽ വിശ്വാസമായിരിപ്പിൻ, നിങ്ങൾ രോഗത്തോട് കൽപ്പിക്കാൻ. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ, നിങ്ങൾ പ്രതിസന്ധിയോട്, സാമ്പത്തിക പ്രതിസന്ധി കൽപ്പിക്കാൻ. ദൈവം ഒന്ന് പ്രവർത്തിക്കുകയല്ല, നിങ്ങൾ ആക്ട് ചെയ്യുകയാണ്. The question is, do you really believe that Jesus has paid the price? ചോദ്യം ഇതാണ്, ഈ പ്രസംഗത്തിൽ പറയുന്ന പോലെ യേശു വില കൊടുത്തതാണെന്ന് വാസ്തവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. That's it. അത് മാത്രമേ വിഷയമാകുന്നുള്ളൂ. Is Jesus still in the grave or is he seated at the right hand of the Father just for you and me? ഇതൊക്കെ ശരിയാണോ? യേശു വന്നതാണോ? യേശു വില കൊടുത്തതാണോ? ഇതൊക്കെ നടന്നതാണോ? ഈ പറയുന്ന പ്രസംഗം വെറും പ്രസംഗമാണോ? അതോ ഉയർത്തെഴുന്നേറ്റ് എൻ്റെ സകല പ്രശ്നങ്ങൾക്കും എനിക്ക് പറ്റിയ അബദ്ധങ്ങൾക്കും തെറ്റുകൾക്കും ശാപങ്ങൾക്കും വില കൊടുത്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയാണ്? The Bible says he is a surety, meaning he is sitting there to execute what you believe. യേശു ക്രിസ്തു നമ്മൾ വിശ്വസിച്ചതിന്റെ ഷുവർട്ടിയാണ്, അച്ചാരമാണ് എന്ന് തിരുവചനം എന്ന് പറഞ്ഞാൽ, ജാമ്യക്കാരൻ എന്ന് പറഞ്ഞാൽ താൻ ക്രൂശിൽ സഹിച്ച് നേടിയെടുത്തത് ഇവിടെ നടപ്പാകുന്നുണ്ടോ എന്ന് നോക്കാൻ അവിടെ ഇരിക്കുകയാണ്. That is what Hebrews 7:22 says. അതുകൊണ്ടാണ് എബ്രായർ 7:22. Do you believe it? അത് വാസ്തവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇത് പ്രസംഗമാണ്. Again, are you still believing God is going to act, or do you believe God in you is powerful, you are going to act?
ഇപ്പോൾ നിങ്ങൾ സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്നും കൊണ്ടിരിക്കുകയാണോ, അതോ വിശ്വസിച്ചപ്പോൾ നിങ്ങളുടെ അകത്ത് വന്ന ഈ സ്വർഗത്തിലെ സർവശക്തനായ ദൈവം നിങ്ങളിലിരുന്ന് നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ പ്രവർത്തിക്കുമെന്നാണോ വിശ്വസിക്കുന്നത്? ആണ കൂടാതെയല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നാമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. ഉത്തരവാദി, ജാമ്യക്കാരനല്ല, ഉത്തരവാദിയായി. കഴിഞ്ഞ ദിവസം ഈ വെള്ളിയാഴ്ച തോന്നുന്നു സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോന്നില്ലേ? പെട്ടെന്ന് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, മനസ്സുണ്ടോന്നല്ല, ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നെങ്കിൽ നിനക്ക് സൗഖ്യമാകാൻ നീ സമ്മതം കൊടുക്കാവോ എന്നാണ് ഞാൻ ചോദിച്ചത്. ചില തങ്കുബ്രദർ പറയത്തില്ലേ, ഒരു നല്ല വീട് വെക്കാൻ നമ്മൾ സമ്മതം കൊടുക്കത്തില്ല, ഇല്ല, നല്ല വണ്ടി മേടിക്കാൻ നമ്മളാ സമ്മതിക്കാത്ത. ദൈവം പണ്ടേ സമ്മതിച്ചിട്ട് ബാക്കിയുള്ളവർ എന്നെ വിചാരിക്കും. അതാ, നിനക്ക് സൗഖ്യമാകാൻ നീ സമ്മതം കൊടുക്കാവോ എന്നാ ചോദിച്ചു. ഞാനൊരു കാര്യം പറയാം, ഇന്ന് നല്ലപോലെ ഒന്ന് ചിരിച്ചാൽ തന്നെ ഇന്നത്തെ എല്ലാം ബന്ധന വഴി. When you laugh, the devil cries. നമ്മൾ പൊട്ടിച്ചിരിക്കുമ്പോൾ പിശാച് പൊട്ടിക്കരയും. When the devil brings a big mountain and you look at the mountain and laugh, the mountain starts going off. പിശാച് ഒരു വലിയ പർവ്വതം പൊക്കി നിന്റെ മുമ്പിൽ കൊണ്ട് വെക്കുമ്പോൾ അതിനെ നോക്കി നീ നോക്കുമ്പോൾ അവൻ അതും കൊണ്ട് ഓടിപ്പോകും. Hey, who is this Goliath? ആരാണ് ഈ ഗോലിയാത്ത്? Soldiers know him, but this shepherd does not know his address. അവിടുത്തെ പട്ടാളക്കാർക്ക് അവനെ അറിയാം, പക്ഷേ ആട്ടിടയന്മാർക്ക് പിടി കിട്ടിയില്ല. ഈ ആട്ടിടയനായ ദാവീദിന് ഇവന്റെ അഡ്രസ് അറിയത്തില്ല. പട്ടാളക്കാർക്ക് അഡ്രസ് അറിയാം, ആ കയ്യിലുള്ള വാളുടെ മൊന എത്രയുണ്ടെന്ന് അറിയാം, ഏത് സേഫ് ഡിസ്റ്റൻസ് ആണെന്ന് അറിയാം. ഇതെല്ലാം പട്ടാളക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് മാളത്തിൽ ഓടിയിരിക്കുക. ഇദ്ദേഹത്തിന്റെ അഡ്രസ് കെയർ ഓഫ് ഹെവനാ. I want to tell you, for a natural man this is foolishness, not for you who are born again. ഇന്ന് ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയാം. ഒരു പ്രാകൃത മനുഷ്യന്, രക്ഷിക്കപ്പെടാത്ത വ്യക്തിക്ക് ഇതൊക്കെ വെറും ആന മണ്ടത്തരമാണ്. എന്നാൽ യേശുവിനെ അറിഞ്ഞ ദൈവവേദന നിനക്കത് ജ്ഞാനമാണ്. For a spiritual man, I don't mean carnal spiritual. I am talking about a spiritual man. Talk to him. Don't. And we foolishly trust someone so called spiritual. Spiritual means understanding the supernatural intervention when I speak. ഈ ഞങ്ങൾ ഈ പറയുന്ന കാര്യം ഒരു ആത്മീയൻ എന്ന് പറഞ്ഞ പ്രാകൃത ആത്മീയനുണ്ട്. അല്ല, വേഷത്തിൽ ആത്മീയനല്ല ഞാൻ പറയുന്നത്, വേഷത്തിൽ ആത്മീയനല്ല, കർത്താവുമായിട്ട് വ്യക്തിപരമായി. അതാ വിശ്വാസത്തിന്റെ നല്ല പോർ. എൻ്റെ ബലത്തിലല്ല, നിത്യജീവനെ മുറുകെ പിടിച്ച്, യേശുവിനെ മുറുകെ പിടിച്ച്, യേശുവിൻ്റെ വാക്ക് വിശ്വസിക്കുന്ന ആ ആത്മീയന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥ ആത്മീയൻ മണ്ടത്തരം അല്ലാത്തവരുടെ വാക്ക് കേൾക്കും, എന്നിട്ട് പറയും, ഓ ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ വാക്കിനാൽ തന്നെ നിങ്ങളുടെ വാതിൽ അടച്ചു. നിങ്ങളുടെ സ്വന്തം വാമൊഴിയായി തന്നെ ആ സ്രോതസ് അടച്ചു. അതേ സമയത്ത് ആരെന്ത് പറഞ്ഞാലും, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യരെന്നോട് എന്ത് ചെയ്യും എന്ന് ധൈര്യത്തോടെ നീ പറഞ്ഞാൽ ആ മല, ആ രോഗം, ആ ദാരിദ്ര്യം വിട്ട് മാറുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഈ വചനം തെറ്റായി പോകും. ആ കൊച്ചുമോൻ്റെ ആ വിശ്വാസ പ്രഖ്യാപനം മാത്രം നോക്കിയാൽ മതി. മാർക്ക് ലിസ്റ്റിൽ ഇനി അവൻ വരച്ചിരിക്കുന്ന ഡോക്ടറായിട്ട് സ്റ്റെത്തോസ്കോപ്പൊക്കെ വെച്ചാണ്. If this Bible is not acting for you, better leave it. ഈ ബൈബിൾ നിങ്ങളുടെ കാര്യത്തിൽ പ്രവർത്തന നിരതമാകുന്നെങ്കിൽ ഇട്ടേച്ചു പോകും. If you don't believe Jesus is alive, I'm not condemning anybody, but I want to arouse, stir up that fire, that faith that is already inside of you. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുന്നു എന്ന് വാസ്തവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കുറ്റപ്പെടുത്തുകയല്ല, താഴ്ത്തിക്കെട്ടുകയല്ല, നിങ്ങളിൽ അകത്ത് കിടക്കുന്ന വിശ്വാസത്തെ ഒന്ന് ഉണർത്താനാ ഞാൻ ഇത്രയും വെല്ലുവിളിയോടെ സംസാരിക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. വിശ്വാസത്തിൽ ബലഹീനർ കണ്ടേക്കാം, പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളിൽ ഇരിക്കുന്നവൻ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, നിങ്ങളൊന്ന് കൽപ്പിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് മനസ്സിലാകും വേറെ ആര് പറയുന്നതിനേക്കാളും ശക്തമാണ് നിങ്ങളുടെ നാവിൽ യേശുവിന്റെ നാമം. The more you depend on someone else, lesser you will know about yourself.
മറ്റുള്ളവരിൽ ആശ്രയിക്കും തോറും നിങ്ങളിലുള്ളത് എന്താണ് നിങ്ങൾ കാണാനേ പോകുന്നില്ല. The Bible says ബൈബിൾ പറയുന്നു they too heard the message, അവരും ഒരു വിശ്വാസവചനം കേട്ടവരാണ്. but they did not have mix it with faith. എന്നാൽ അവർ കേട്ട വചനം വിശ്വാസമായി പരിണമിച്ചില്ല, അതോ വിശ്വാസവുമായി അതിനെ കുഴച്ചെടുത്തില്ല. So they did not enjoy that rest. ആകയാൽ അവർക്ക് ആ സ്വസ്ഥത കിട്ടിയില്ല. The Bible says you have labor for that rest. ദൈവവചനം പറയുന്നു ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക, അധ്വാനിക്കുക. Chapter 4, Hebrews chapter 4, verse 9 and 10 and 11. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. Shabbat, ceasing from work. സകല പങ്കപ്പാടിൽ നിന്നുള്ള വിമോചനം, അതാണ് ശബത്ത്. God rested the seventh day. ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു. When he created the whole thing, ദൈവ സകലവും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ he was not worried, what if Adam ate all those goats, what will happen? ഓ, ഈ ആടുകളെ മുഴുവൻ ആദാമങ്ങ് തിന്നാ എന്ത് സംഭവിക്കും എന്ന് ദൈവം വിചാരിച്ചില്ല. He was not worried, what if he ate up all the apples? Again I have to put an apple there. അയ്യോ, ഈ ആപ്പിൾ മുഴുവൻ ആദാം തിന്നാൽ ഇനി എവിടുന്ന് ഞാൻ ആപ്പിൾ കൊണ്ടുവരും, ദൈവത്തിന് ഭാരമില്ല. Because എന്തെന്നാൽ God put a seed in everything, knowing that he has completed the work, it will multiply. Even if the world population becomes 100 billion, there will be still oxygen. കാരണം ദൈവം സൃഷ്ടിച്ചപ്പോൾ താൻ സൃഷ്ടിച്ച എല്ലാത്തിനുള്ളിലും അതിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന, അതിനിൽ നിന്ന് വീണ്ടും ഉളവാകുന്ന വിത്ത് വെച്ചിട്ട് ആ സകലത്തെ നിർമ്മിച്ചത്. ആകയാൽ ഇനി 1000 കോടിയിലധികം ജനങ്ങൾ വന്ന് ശ്വസിച്ചാലും ഓക്സിജൻ വീണ്ടും പ്രഷറിൽ തന്നെ ഇവിടെ കാണും. God didn't. It was not, he get tired after creating one more star. He said, let me take some rest. No, there was nothing more to be done. ദൈവം വിശ്രമിച്ചു എന്ന് പറയുമ്പോൾ ചിലക്ക് തോന്നുന്നത് 7 ദിവസം സൂര്യനെല്ലാം സൃഷ്ടിച്ചു നടുവേദനയെല്ലാം എടുത്തിട്ട് ഇനി ഒന്ന് കിടന്നേക്കാവുന്ന കൊണ്ട് ക്ഷീണിച്ച് വിശ്രമിച്ച കാര്യമല്ല. ഒരു ചന്ദ്രനും കൂടെ സൃഷ്ടിക്കായിരുന്നു, കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കട്ടെ. There was nothing more perfect. അവിടെ വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ താൻ ചെയ്തത് പരിപൂർണമായും തികവില്ല, ഇനി ബാക്കി ഉണ്ടല്ലോ എന്നൊരു ചിന്ത വരാത്ത വിശ്രമമാണ്. That rest, ആ വിശ്രമം is today given to us in Christ എല്ലാം Jesus. ചെയ്തു തീർത്തു, ക്രിസ്തുവിലെല്ലാം കഴിഞ്ഞു, ആകയാൽ ഞാൻ പേടിക്കണ്ട എന്ന നിലയിൽ എല്ലാം കഴിഞ്ഞു എന്നുള്ള വിശ്രമം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന കാര്യം. That is why the Bible says, verse 9, 10, 11, 12. അതുകൊണ്ട് ഈ വിശ്രമത്തെ കുറിച്ച് 9, 10, 11, 12 വാക്യങ്ങൾ എബ്രായർ 4 ശ്രദ്ധിക്കുക. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ദൈവത്തിന്റെ, that is first question, do you believe you are a child of God? ഒന്നാമത് തന്നെ ദൈവജനമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്വന്തം ജനം, രാജകീയ പുരോഹിത വർഗം, ഇതൊക്കെ ബൈബിളിൽ പത്രോസ് പറഞ്ഞതായിട്ട് എടുത്താൽ ഒരു ഗുണമില്ല. പക്ഷെ ഇത് എന്നോട് കർത്താവ് പറഞ്ഞതാണ്. ഞാൻ ആരാന്നുള്ള ബോധ്യം ആദ്യം എനിക്ക് വേണം. കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കുമ്പോൾ നരച്ച മുടിയും താടി നരച്ചതൊക്കെ കാണും. പക്ഷെ അകത്തിരിക്കുന്നവൻ ഉയർത്തെഴുന്നേറ്റ അതേ യേശുവിൻ്റെ മഹത്വത്തോടെ നിൽക്കുന്നത്. The same one who is seated, 1 John 4:70, as he is, we are in the world. When you go to a mirror, the mirror is just giving you an image of the outward man, but the inner man is complete. You can change the destiny of nations. ആകയാൽ നിങ്ങൾ പുറത്തെ മനുഷ്യനെ ആയിരിക്കും കണ്ണാടിയിൽ പോകുമ്പോൾ കാണുന്ന നരച്ച മുടി ബാഹ്യ മനുഷ്യന്, എന്നാൽ നിങ്ങളുടെ അകത്തുള്ളവൻ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവ. അവനാരാന്നറിയോ? അവനെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളിലൂടെ ലോകത്തിന്റെ വിധി മാറ്റപ്പെടും. In this physical body I have a limitation. എൻ്റെ ഭൗതിക ശരീരത്തിൽ എനിക്ക് പരിമിതിയുണ്ട്. But in my spirit I can travel to nations.
എന്നാൽ Because ആത്മാവിൽ the name of Jesus is so powerful. എന്നാൽ ആത്മാവിൽ എനിക്ക് രാജ്യങ്ങളുടെ സീമകളെ കടന്ന് യാത്ര I have no limitations. I can pray for a person in America standing over here. In the spiritual world, no distance at all. എനിക്ക് ആത്മമണ്ഡലത്തിൽ പരിമിതിയില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ അമേരിക്കയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഇവിടെ അടുത്ത് തൊട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്ക് വിടുതൽ കിട്ടുന്ന പോലെ തന്നെ അവിടെയും കിട്ടും. All the steel that we see, നമ്മൾ കാണുന്ന ഉരുക്ക്, ഇരുമ്പ്, no one invented it. It was in the rocks. അതാരും കണ്ടുപിടിച്ചെടുത്തൊന്നുമല്ല. അത് മണ്ണിനകത്തും കല്ലിനകത്തും ഒക്കെ മറന്നിരുന്നു. Whatever you are using today, it was created in Genesis. ദൈവം ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി ചരിത്രത്തിൽ എഴുതിയ ആ സൃഷ്ടിയിൽ ദൈവം സൃഷ്ടിച്ചതല്ലാതെ മനുഷ്യനൊന്നും പുതുതായിട്ടെങ്ങും സൃഷ്ടിച്ചെടുത്തിട്ടില്ല. Do not worry. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. The Bible says, no, why did God take rest? Why? Because He put seed everywhere so that it will self-multiply. ദൈവത്തിന് എന്തുകൊണ്ടായി വിശ്രമം കിട്ടിയേ? അയ്യോ ഇനിയും ബാക്കിയും കൂടെ കിടപ്പുണ്ടോ എന്ന് ഒരിക്കലും ദൈവത്തിന് ഒരു വേവലാതി പിടിക്കാൻ എൻ്റെ കാരണം, താൻ സൃഷ്ടിച്ചതിന് അതിനകത്തെല്ലാം ഒരു വിത്ത് വെച്ചിട്ടുണ്ട്. അത് അതിൽ തന്നെ പെരുകിക്കൊണ്ടിരിക്കുമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. Go ahead. Vaishe. ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവർത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. പ്രവർത്തനങ്ങളിൽ നിന്ന്, meaning I don't have to work anymore. അതിൻ്റെ അർത്ഥം എൻ്റെ മനസ്സിൽ ഞാൻ കിടന്ന് ആകുലചിന്തപ്പെടേണ്ടെന്നാണ് വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം, അല്ലേ? മനസ്സുകൊണ്ട് പ്രയത്നത്തിൽ കിടക്കേണ്ടെന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ വായിച്ചു. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥത, Meaning to say, don't fall prey to the thoughts of the devil. ആകയാൽ പിശാച് കൊണ്ടുവരുന്ന ചിന്തകൾ, ആകുല ചിന്തകൾക്ക് നിങ്ങൾ ഇരയാകരുതെന്ന് അർത്ഥം. Because verse 12, for the word of God, meaning that seed, the incorruptible seed, the everlasting seed, which has everything for your life and godliness plus eternity, is already inside of you. അതുകൊണ്ടാണ് തുടർന്ന് ദൈവത്തിൻ്റെ വചനം എന്നാ പറയുന്നത്. ഈ ഭാരപ്പെടേണ്ട, നിങ്ങൾ ആ സ്വസ്ഥത അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് 12-ാം വാക്യത്തിൽ ആകയാൽ ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. നിത്യതയ്ക്ക് വേണ്ടിയതും ഈ ലോകത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ആ വാഗ്ദത്തത്തിനകത്ത്. And then it says, come boldly to the throne of grace, take your supply and go. അതുകൊണ്ടാണ് പറയുന്നത് ആകയാൽ നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഈ കൃപാസനത്തിന് അടുത്തേക്ക് വരിക, നിങ്ങളുടെ എടുത്തുകൊണ്ട് പോക്കൂ. I want to tell every one of you, ആകയാൽ ഓരോരുത്തരോടും ഞാൻ ഓർപ്പിക്കട്ടെ, stop depending on someone else's prayer. How long will you depend? Come on, use the name of Jesus and transform your situation. ആകയാൽ മറ്റൊരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് വേറൊരാളുടെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചുള്ള ജീവിതം മതിയാക്കൂ. എന്നുവരെ നിങ്ങൾ ഇത് ആശ്രയിക്കും? നിങ്ങളിലുള്ളത് എന്തെന്ന് തിരിച്ചറിഞ്ഞൊന്ന് എഴുന്നേക്കൂ. Again and again, believe in what you are. Unless you know who you are, you won't know the actions of God. ആകയാൽ നിങ്ങളിലുള്ളത് എന്താണ്, നിങ്ങളിലുള്ളവൻ ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയും തിരിച്ചറിയില്ല. Unless you don't know who you are, you won't know the solution of your problem. നിങ്ങൾ ആരാണ് ദൈവത്തിൽ നിന്ന് തിരിച്ചറിയാത്തിടത്തോളം നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരവും നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കില്ല. But the moment you understand, I am a child of God, ഞാനൊരു ദൈവ പൈതലാണെന്ന് നീ തിരിച്ചറിയുന്ന നിമിഷം, I am purchased, I am saved, I am protected by the blood of Jesus. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണെന്നും ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്നും ആ രക്തത്തിന്റെ വിലയാണ് ഞാനെന്നും നിങ്ങൾ അറിയുമ്പോൾ, the same moment you will shake off everything and you will arise and say, I am going to take control. അങ്ങനെ നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം എല്ലാ നിരാശകളും എല്ലാ പരാജയ ഭീതികളും വിട്ട് ആഹാ എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ സകലത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കും. And that is the fight of good fight of faith, meaning what the devil throws at you, you will resist it by the word. You will believe the word which is
Jesus the surety. അതാണ് ഈ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് ക്രിസ്തുവിൽ നൽകിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് പിശാച് നമ്മുടെ തലയിലേക്ക് എറിഞ്ഞിടുന്ന തീയമ്പുകൾ, ചിന്തകൾ, ഭാവനകൾ, നിരാശകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് എൻ്റേത് ഞാൻ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് കുതിക്കുന്നതിൻ്റെ പേരാണ് നല്ല പോർ. Good fight. നല്ല പോരാട്ടം. It doesn't say fight. It അവിടെ- says good fight, meaning it is already defeated. Now thoughts you have to control. അവിടെ പോരാട്ടമെന്നല്ല, യുദ്ധമെന്നല്ല, നല്ല പോരാട്ടമെന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചത് നല്ല പോരാട്ടമാണ്. അതിൻ്റെ പോരാട്ട ഭാഗം യേശു ക്രൂശിൽ നിവർത്തിച്ച് കഴിഞ്ഞു. നിങ്ങളെ മനസ്സിലോട്ട് അതിനെതിരെ കൊണ്ടുവരുന്ന ചിന്തകളെ ഒന്ന് മാറ്റിയിട്ട് മുമ്പോട്ടങ്ങ് പോയാൽ മതി. Jesus destroyed the principality and every power, made an open spectacle of them. യേശു ക്രിസ്തു വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യകോലമാക്കി കളഞ്ഞു. Today the devil can only try to trick you. ഇന്ന് പിശാചിന് ചുമ്മാ തന്ത്രമിറക്കി ചെറിയ ട്രിക്ക് ഇറക്കാനേ പറ്റത്തുള്ളൂ. But the moment you know that you are a child of God, and not only a child of God, you are accepted by the Father in all boldness, you will say, get out poverty, get out sickness. Nothing wrong will happen in my life. I expect only good things. ആകയാൽ നിങ്ങൾ ഒരു വാസ്തവത്തിൽ ദൈവപൈതലാണെന്നും കർത്താവിന് ഏറ്റവും വിലപ്പെട്ടത് അങ്ങൻ്റെ ചങ്കിലെ ചോര കണ്ട് നേടിയ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ് ഞാനെന്നും തിരിച്ചറിഞ്ഞാൽ പിശാചിൻ്റെ കുഞ്ഞുങ്ങളികളെ നിങ്ങൾ സമ്മതിക്കത്തില്ല. ഇറങ്ങ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ അനുഭവിക്കും. Resting in the promise of God. അങ്ങനെ ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ മക്കൾ അപ്പൻ പറഞ്ഞതിൽ സമാധാനിക്കുന്ന പോലെ റെസ്റ്റ് ചെയ്യുക. My children don't have, when I say you go to school, meaning I know how to provide for it. You I don't have to show you the money and say, I have money, go to school. ഞാൻ എൻ്റെ പിള്ളേരെ സ്കൂളിൽ വിടുമ്പോൾ ഒരു കെട്ട് രൂപ എടുത്തിട്ട് കണ്ടോ ഫീസ് കൊടുക്കാൻ പൈസ എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ സമാധാനം പ്രാപിച്ചിട്ടല്ല അവർ പോകുന്നത്. പൊക്കോളാൻ പറഞ്ഞാൽ എൻ്റെ വാക്കിൽ ആശ്രയിച്ച് റെസ്റ്റ് ചെയ്ത് അവർ പോവുകയാണ്, സമയത്തെല്ലാം നടന്നു. That is why the Bible says, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് what God has kept. Look, something the Holy Spirit reminded me now. God's creation, perfect creation, is in the Garden of Eden. ദൈവത്തിൻ്റെ സൃഷ്ടി പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപൂർണതയുള്ള സൃഷ്ടിയാണ് ഏദൻ തോട്ടത്തിൽ നടന്നത്. That is why every word is restoration. When Jesus speaks, he says, in the beginning, the perfect God's plan, the perfect God creation is Genesis 1 and 2. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിലാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചു, അത് പെർഫെക്റ്റ് ആണ്, പരിപൂർണമാണ്. പിന്നെ യേശു വന്ന എല്ലാം പറയുന്നത് റിസ്റ്റോറേഷൻ എന്ന വാക്കാ. റിസ്റ്റോറേഷൻ, ആദ്യത്തെ പോലെ, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു, ആദിയിൽ എന്ന് യേശു പറയുന്നത് ആ തികവിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ്. God the Father created everything and he rested. ദൈവം സകലവും സൃഷ്ടിച്ചു, റെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഇടയ്ക്ക് എഴുന്നേറ്റ് ബാക്കിയുണ്ടല്ലോ എന്ന് നോക്കണ്ടെന്ന് അർത്ഥം. പറഞ്ഞാൽ ശരിയാണല്ലോ. Today, ഇന്ന് through Christ, ക്രിസ്തുവിലൂടെ he did another creation. ദൈവം മറ്റൊരു സൃഷ്ടിപ്പ് നടത്തി. That is the new creation, that is you. അത് പുതിയ സൃഷ്ടിയാകുന്ന നീയാ. And he is resting in heaven and wants you to be a part of that rest, the creation which is perfect. You are perfect in Christ. ഇന്ന് പുതിയ സൃഷ്ടി ക്രിസ്തുവിൽ പൂർണ്ണരാണ്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിൽ നിങ്ങൾ പരിപൂർണരാ. ആ പരിപൂർണരായ നിങ്ങളും ആ പിതാവിൻ്റെ സൃഷ്ടികർമ്മത്തോട് ചേർന്ന് നിങ്ങളും റെസ്റ്റ് ചെയ്താൽ മതി. നിങ്ങളിലൂടെ അത് നടക്കും. When you walk, നിങ്ങൾ നടക്കുമ്പോൾ the devil is trembling. പിശാചിൻ്റെ ലോകം ഞെട്ടിവിറക്കുകയാണ്. When you arise in the morning and say, this is the day that the Lord has made for me, I will dance. Your every step of dance, hell is shaking. ആകയാൽ ഓരോ പ്രഭാതത്തിലും നിങ്ങൾ കട്ടിലേ എഴുന്നേറ്റ് ഇതെൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുമ്പോൾ പിശാചും അവൻ്റെ കൂട്ടങ്ങൾ മുഴുവൻ വിറകൊള്ളുകയാണ്. The Bible says, ബൈബിൾ പറയുന്നു, what God has kept for the new creation, eye has not seen, ear has not heard,
man's heart cannot perceive the second, which was the perfection of his creation. The second creation. The first creation was in Adam. But in the second Adam, the perfection of man, the real man, is now God walking on this earth. ആ ഒന്നാമത്തെ ആദാമിന് വേണ്ടി ആദ്യ സൃഷ്ടി തികവോടെ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ക്രിസ്തുവിൽ ഒടുവിലത്തെ ആദമിൽ എന്നെയും നിങ്ങളെയും പെർഫെക്റ്റ് സൃഷ്ടിയായി സൃഷ്ടിച്ചിരിക്കുക. ഇനി അതിന് ഒരു കുഴപ്പമില്ല. ആ പെർഫെക്റ്റ് സൃഷ്ടി ഈ ലോകത്ത് വാഴ്ച. That is what you have to do. Grace, നീതി ദാനം ലഭിച്ചവർ, കൃപയുടെ നീതിദാനം ലഭിച്ചവർ, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിച്ചവർ ജീവനിൽ വാഴും. Don't let other things rule over you. You are born again as a child of God to rule over things and to deliver others. ആകയാൽ അവർ പറയുന്നതും ഈ കാണുന്നതും അവിടെ സംഭവിച്ചതും നിന്നെ ബാധിക്കരുത്. നീ നീതിയിൽ വാഴുകയാണ്. ഇനി നീ ഇവിടെ ജയകരമായ ജീവിതം നയിക്കുക മാത്രമല്ല, മറ്റുള്ളവരെയും കൂടെ വിടുവിക്കുകയാണ്. Have faith in God. ദൈവത്തിൽ Have വിശ്വാസമുള്ളവർ, faith in God. ദൈവത്തിൽ വിശ്വാസമുള്ളവർ Have faith in the ആയിരിക്കും. word. ദൈവ വചനത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. Don't trust or incline yourself in your understanding. നിങ്ങളുടെ but തന്നെ trust. വിവേകത്തിൽ ഊന്നരുത്, അവന്റെ വാക്കിൽ പൂർണ്ണമായി. I can feel such a big stirring up inside of me. എൻ്റെ ഉള്ളിൽ ഇപ്പോൾ തന്നെ വലിയൊരു പരിശുദ്ധാത്മാവിന്റെ ഒരു പരിവർത്തനം ഞാൻ അനുഭവിക്കുക. The challenge is, ഇവിടെ അതിന്റെ മുമ്പിൽ ഒരു വെല്ലുവിളി ഇതാണ്. I go to the mirror and look at myself. ഞാൻ ഈ ലോകത്തിലെ കണ്ണാടിയിൽ പോയി എന്നെ നോക്കുന്നതാണ്. I look at my behavior and say, I am not a good guy. എൻ്റെ തന്നെ സ്വഭാവം ഞാൻ നോക്കിയിട്ട് ഞാൻ അത്ര നല്ലവനല്ലെന്ന് ഞാൻ എന്നെ വിധിക്കുകയാണ്. I am bringing names to myself. ഞാൻ എനിക്ക് തന്നെ എൻ്റെതായ ചില പേരുകൾ, ചില താണ പേരുകൾ എനിക്കിട്ടിരിക്കുക. Good for nothing. എന്നെ ഒന്നിനും കൊള്ളില്ല, I am useless. ഞാൻ ഒരു ഗുണമില്ലാത്തവനാ. If you look at Jesus, യേശുവിനെ നിങ്ങൾ when the നോക്കി, disciples came to him, ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ first thing he did was change their name. ഒന്നാമതായിട്ട് ചെയ്തത് ആ ശിഷ്യന്മാർക്ക് സ്വയം ഒരു നല്ല ചിന്ത കിട്ടാനുള്ള നല്ല പേരുകൾ കൊടുത്തതാണ്. Simon, from today you are Peter. ശീമോനെ, ഇന്നു മുതൽ നീ പാറയാണ്. Zebedee children, you are sons of thunder. സബദിയുടെ മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇടിവാളിന്റെ മക്കളാണ്. Jacob, you are no longer worm, you are my threshing sledge. യാക്കോബേ, നീ ഇനി മുതൽ പുഴുവല്ല, നീ ഇരുമ്പ് മെതിവണ്ടിയാണ്. But some Christians will pray it even today. എന്നാൽ ചില വിശ്വാസികൾ ഇന്നും ഇങ്ങനെയാ I പ്രാർത്ഥിക്കുന്നത്. am a worm, ഞാൻ പുഴുവാണേ, I am a dust, ഞാൻ പൊടിയാണേ, I am an insect. ഞാൻ മണ്ണാണ്, മണ്ണാങ്കട്ടയാണ്. Dust, worm, insect, not in the church, in the field. In the church are children of God assembling together, understanding who they are to take control over situation, trampling upon serpents and scorpion and all the power of the enemy. ആകയാൽ പുല്ലും പൊടിയും പുഴുവും ഒക്കെ വയലിൽ ആണ് ഇരിക്കേണ്ടത്, സഭയ്ക്കുള്ളിലല്ല. സഭയ്ക്കുള്ളിൽ രാജകീയ പുരോഹിത വർഗം, നീതിയിൽ വാഴുന്ന മക്കൾ കർത്താവിനെ സ്തുതിച്ച് അവരുടെ കാൽ കീഴിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുന്ന ജയാളികളാണ്. Do you know why you are existing on this earth today? നിങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നതിൻ്റെ, ശേഷിച്ചിരിക്കുന്നതിൻ്റെ കാരണം അറിയാം. Do you know why you are standing on your feet? Do you know why you are clapping your hands? You are breathing today. ഇന്നും നിങ്ങൾ കാല് ബലത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. നിങ്ങൾ കൈയടിച്ചപ്പോൾ കൈക്ക് ആരോഗ്യമുള്ളതും നിങ്ങൾ ശ്വാസം വരുന്നത് എന്തെന്നറിയാമോ? Because God wants to show His love to you that the world can see. കാരണം ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തെ നിനക്ക് കാണിച്ചു തന്ന അതുവഴി നിന്നെ ലോകത്തിനൊരു ഡിസ്പ്ലേ ആക്കാനാണ്. Don't you know the maker is your husband? നിനക്കറിയില്ലേ നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. He made you, അവൻ നിന്നെ സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കി, placed you today on this earth ഈ ഭൂമിയിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നു. so that He can show His love, എന്തെന്നാൽ തൻ്റെ സ്നേഹം നിനക്കൊന്ന് വെളിപ്പെടുത്തി, show His provision. തൻ്റെ കരുതലുകൾ നിന്നെ എങ്ങനെ കരുതുന്നെന്ന് കാണിക്കും. It should not be new to you, it should be new to the world, and they should say, wow, am I belonging to the same Father?
ദൈവം നിന്നെ കരുതുന്ന ഭൗതിക കാര്യത്തിലുള്ള കരുതലുകൾ, ഓരോ നടത്തിപ്പും കാണുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതൊരു അത്ഭുതമേ ആയിരിക്കരുത്. അയ്യോ, ഇതൊരു പുതിയ കാര്യമല്ല, ഇതൊരു ദൈനംദിനം കർത്താവിൻ്റെ കരുതൽ നീ കാണും. പക്ഷേ നിന്നെ നടത്തുന്ന വിധം ലോകക്കാർ കാണുമ്പോൾ ഇത് കൊള്ളാമല്ലോ, ഇവരുടെ ദൈവം ആരാ, എനിക്കും ആ ദൈവത്തെ വേണമെന്ന് പറയും. They are surprised. അവർക്ക് അത് കണ്ട അത്ഭുതം തോന്നുന്നു. You are resting. നിങ്ങൾക്ക് ഒരത്ഭുതം പ്രത്യേകിച്ച് തോന്നത്തില്ല. ഇത് അപ്പൻ്റെ വീട്ടിൽ നിങ്ങൾ ആ തോളിൽ വിശ്രമിക്കുകയാണ്. When you sleep, you are resting in Him. നിങ്ങൾ ഉറങ്ങുമ്പോൾ ആ കർത്താവിൽ നിങ്ങൾ വിശ്രമിക്കുക. Do you believe angels are in charge of you? നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ മാലാഖ നിങ്ങൾക്ക് വേണ്ടി മാത്രം കാവൽ നിൽപ്പുണ്ടെന്ന്? Hey, you are not ordinary. സാധാരണ വ്യക്തിയല്ല. There is a fire on you. നിങ്ങളുടെ മേൽ സ്വർഗത്തിൻ്റെ അഗ്നി കത്തിക്കൊണ്ടായിരിക്കും. The glory. ദൈവമഹത്വം. Walk as if you are a child of God. ദൈവ Imitate പൈതൽ, your father. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ എന്ന ഭാവത്തിൽ തന്നെ ഈ ലോകത്തിൽ നടക്കണം. That is why the Bible says, അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, stand. ഉറച്ചു നിൽപ്പീൻ. Stand. ഉറച്ചു നിൽപ്പീൻ. Don't look how can I escape, വിട്ടോടിപ്പോകാൻ പെടുന്നുണ്ടോ എന്ന് നോക്കുകയല്ല. because your enemy will come in one way but scatter in 7 ways. ഉറച്ചു നിൽപ്പീൻ. എന്തെന്നാൽ ശത്രു ഒരു വഴിയായി നിനക്കെതിരെ വരും, നിന്റെ അടുത്ത് വരുമ്പോൾ 7 വഴിയായി ചിതറിപ്പോകും. They shall fall for your sake is the word. നിനക്കു വേണ്ടി അവർ വീഴ്ത്തപ്പെടും. അതാണ് ദൈവത്തിന്റെ അരുളപ്പാട്. You are precious. നീ കർത്താവിന് വിലപ്പെട്ട നിധിയാ. You belong to Him. Today you know you belong to Him, and eternity also you are His. നീ അവൻ്റെ മുതലാണ്, അവകാശമാണ്, അവന് ഉള്ളതാണ്. ഇവിടെ മാത്രമല്ല, നിത്യതയിലും. I don't know how to explain it, but some people say, thank you Jesus, you saved me. It was in the plan. He was going to show His love to you, through you, to the whole world. എനിക്കതെങ്ങനെ വിശദീകരിക്കണമെന്നറിയില്ല. കർത്താവേ, നീ എന്നെ രക്ഷിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ നിന്നെക്കുറിച്ചുള്ള പദ്ധതി അതായിരുന്നു. നിന്നെ രക്ഷിച്ച് ദൈവം തൻ്റെ സ്നേഹം നിനക്ക് ചൊരിഞ്ഞ് അത് ലോകത്തിന് കാണിക്കാൻ നിന്നെ ദൈവം വെച്ചിരിക്കും. You are a part of Him from eternity to eternity. നിത്യത മുതൽ നിത്യത വരെയും, പൂർവകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെയും അവനിൽ നീ ഉണ്ടായിരുന്നു. അവൻ്റെ വലിയ പദ്ധതിയിൽ നിന്നെയും ഈ ലോകത്ത് കണ്ടിരുന്നു. You are a display. ദൈവത്തിന്റെ Walking ഡിസ്പ്ലേ on ആണ്, earth. പ്രദർശന വസ്തുവാണ് നീ. Display of His love. അവന്റെ സ്നേഹത്തിന്റെ പ്രദർശനം. Display of what He can do. അവൻ എന്തൊക്കെ ഒരു മനുഷ്യന് വേണ്ടി ചെയ്യും, മനുഷ്യനിലൂടെ ചെയ്യുമെന്ന്. For the world it is surprise, but for you it is not, because you know Him. ഒരു മനുഷ്യനിലൂടെ, തന്നെ അറിഞ്ഞ ഒരു മനുഷ്യന് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്യുമെന്ന് ലോകത്തിന് പ്രദർശിപ്പിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രദർശന വസ്തുവാണ് നീ. ലോകക്കാർക്ക് ഇത് അത്ഭുതമായിരിക്കും, പക്ഷെ നിനക്കറിയാം അപ്പ എന്നിലൂടെ അത് ചെയ്യും. I have 2 little grandchildren at home. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ 2 കൊച്ചുമക്കളുണ്ട്. They cry, അവർ കരയും, disturbed. അവർ ചിലപ്പം ഡിസ്റ്റർബ്ഡ് ആവും. But when I hold their hand and say, do you know who you are? Little children cry, you are from Jesus. Suddenly their crying is gone. They are paying attention to something. ചില സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ, മാസങ്ങൾ മാത്രം പ്രായമുള്ള ഇരട്ട കുഞ്ഞുങ്ങൾ ഡിസ്റ്റർബായി കരയുമ്പോൾ ഞാൻ ചെന്നവരുടെ കയ്യെ പിടിച്ചിട്ട്, മോനെ നിനക്കറിയാമോ നീ ആരാന്ന്? നീ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന്, നീ വലിയ പദ്ധതിയുള്ള ആളാണെന്ന്. പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ, മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞിൻ്റെ കരച്ചിൽ മാറുമല്ലേ? മോഹം മാറും. മുഖം മാറും. I hold them in my hand and say, don't you know that we have to travel to nations? You are sent by Him. Suddenly all attention. They might be crying when Ronak starts to worship. Everything gone. They are rejoicing. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, മാസം പ്രായമുള്ള കുഞ്ഞ്, ആ കുഞ്ഞ് കരയുമ്പോൾ കയ്യിലെടുത്തുകൊണ്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ട്, ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ?
ലോകരാജ്യങ്ങൾ യാത്ര ചെയ്യാനുള്ളതല്ലേ നീ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞ് വേറെ ലെവലിലേക്ക് അവൻ്റെ കണ്ണുകൾ പതിക്കുന്ന എനിക്ക്. Even yesterday, crying, I said, No, you cannot cry. How can you cry? Little children cry. You are an apostle. Suddenly he is looking at me. He knows somewhere he has heard this. കുഞ്ഞ് ജേക്കബും നോവയും എത്ര മാസമുണ്ട്? 5 months. 5 മാസം പ്രായമുള്ള ജേക്കബും നോവയും കരയുമ്പോൾ ഇല്ലില്ല, അത് കൊച്ചു പിള്ളേരല്ലേ കരയുന്നത്. നീ ലോകരാജ്യങ്ങളുടെ അപ്പോസ്തലനാണെന്ന് പറയുമ്പോൾ അദ്ദേഹം കണ്ണ് പ്രത്യേക രീതിയിൽ നോക്കും. Our minds were corrupted by this world. God wants to renew that mind, make it new as his new creation, and see everything in a different perspective. നമ്മളുടെ പ്രായമായ നമ്മളുടെയാണ് മനസ്സുകൾ ഈ ലോകത്തിൻ്റെ ചിന്താഗതിയാൽ ആത്മീയമായി ചിന്തിക്കാൻ കഴിയാതെ മലിനമായി പോയത്. നമ്മുടെ മനസ്സാണ് പുതുക്കി ശിശുക്കളെ പോലെ ആകേണ്ടത്. A child does not care about anything. ആ കുഞ്ഞിനെ ലോകത്തിലെ ഒരു ഭാരവും അതിനറിയില്ല. This 5 month, 6 month, year-old child, you cannot make him afraid. ഈ 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് ഒന്നും കാണിച്ച് പേടിപ്പിക്കാൻ ഒക്കില്ല. പോലീസ് വരും, ആണ്ട് ഉപ്പൂപ്പിയുണ്ട്, ഉറങ്ങിക്കോ. He's not afraid. Fear came when understanding came. ഭയം വന്നത് ലോകത്തിന്റെ അറിവൂടെ വന്നപ്പോഴാണ്. God wants you to be reversed. Come back to the original. ദൈവം വാസ്തവത്തിൽ ആ ഒറിജിനലിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാനാണ്. Fearless life. ഭയമില്ലാത്ത റെസ്റ്റ് ചെയ്യുന്ന ജീവിതം. Not listening to anything else, but listening to the Maker. ലോകത്തിന്റെ ആകുലങ്ങളൊന്നും, അയ്യോ അങ്ങനെ വന്നാൽ എന്താവും, ഇങ്ങനെ വന്നാൽ എന്താവും, കൊറോണ വന്നാൽ എന്താവും, ഇതൊന്നും ചിന്തിക്കാത്ത ഈ പ്യുവർ വേർഡ് മാത്രം ചിന്തിക്കുന്ന ഒരു മനസ്സ്. That is why 1 Peter chapter 1 says, you are born again by the word. It has everything. And 2 says, like little children, drink the pure milk. അതുകൊണ്ടാണ് 1 പത്രോസ് 1:23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ നിങ്ങൾ പുതുതായി ജനിച്ചിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ മാത്രമേ കുടിക്കാവുള്ളൂ, അത് മാത്രമേ പുതിയ സൃഷ്ടിക്ക് കൊടുക്കാവൂ. Our minds, our heart has become hard. തങ്കു ബ്രദറെ, ഇവിടെ മായമില്ലാത്ത പാലെന്ന് പറയാൻ കുഴപ്പം, നാട്ടുകാരുടെ വാക്ക് കേട്ടാൽ പിന്നെയും കുഴപ്പമില്ല. മായമുള്ള പാല് കൊടുക്കുന്ന ഉപദേശിമാരുണ്ട്, അതാണ് കറപ്റ്റഡ് ആക്കുന്നത്. Amen. Look at the pure word. Jesus is pure. ആ യേശു പ്യൂറാണ്. Jesus is simple. യേശു വളരെ സിമ്പിളാണ്. Have faith in him and you speak and mountains will go. You will become a champion before others. ആ കർത്താവിൽ ഒരു കൊച്ചു കുഞ്ഞ് ആശ്രയിക്കുന്ന പോലെ വിശ്വസിക്കുക, മലയോട് മാറാൻ പറയുക, അത് പോകും, നീ ഒരു ചാമ്പ്യനായി മാറും. Our testimony was so beautiful. നമ്മുടെ ആ കൊച്ചു മോന്റെ ആ സാക്ഷ്യം, ഇന്നത്തെ സാക്ഷ്യം എത്ര രസകരം. He even drew the position of the flex that the people are going to keep. തനിക്ക് ഫുൾ A+ കിട്ടി 600-ൽ 600 കിട്ടുമെന്നും ആ സമയത്ത് നാട്ടുകാർ ഫ്ലെക്സ് വെക്കുമെന്നും അത് എവിടെ വെക്കുമെന്നും വരച്ചു. ആ ഫ്ലെക്സ് വെക്കുന്ന ആ പൊസിഷൻ വരെ, ആ വഴി വളഞ്ഞു വരുന്നിടത്ത്, ആ മരം നിൽക്കുന്നിടത്ത് ഫ്ലെക്സ് വെക്കേണ്ട പൊസിഷൻ വരെ ആ മോൻ വരച്ചു. And he wrote my vision. എന്നിട്ട് നോക്കൂ, ആ പേപ്പറിന്റെ മുകളിൽ എഴുതി എൻ്റെ വിഷൻ. Framed. അവനത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചു. That is that little child. Let us go back to that simple faith. ഹല്ലേലൂയ. അതാണ് കൊച്ചുമോന്റെ എന്നാ പറയുക, നിർമ്മല വിശ്വാസം, കലർപ്പില്ലാത്ത, സംശയമില്ലാത്ത, ലോകത്തിന്റെ ചിന്തകൾ കയറാത്ത പ്യോർ വിശ്വാസം. നമ്മുടെ മനസ്സുകളും അതിലേക്ക് മടങ്ങിപ്പോട്ടെ. Some people want more deep word. The deeper you go, the simpler it is. ചെല്ല് പറയുന്നത് എനിക്ക് ആഴമായ വചനമൊന്നും കിട്ടുന്നില്ലെന്ന്. The simplicity is വാസ്തവത്തിൽ Christ. നിങ്ങൾ ആഴത്തിൽ പോയിരുന്നെങ്കിൽ ഈ സിംപ്ലിസിറ്റി കിട്ടിയാൽ. Just trusting him. കർത്താവിനെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആശ്രയിച്ച്. I don't know, but only good will happen to me. എൻ്റെ കാര്യം എനിക്കറിയാം, എനിക്ക് നല്ലതേ വരത്തുള്ളൂ.
Because Jesus Christ is my Lord. കാരണം യേശുവാണ് എൻ്റെ കർത്താവ്. Just lift your hands and worship the Father who is the author of everything. ആകയാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി സകലത്തിൻ്റെ സൃഷ്ടിതാവായ കർത്താവിനെ നമുക്കൊന്നിച്ച് ആരാധിക്കാം. He delivered us from the power of darkness and conveyed us in Christ through his son Jesus. Father, the creator, God himself. അവൻ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ സ്നേഹരാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. I don't know how to break this, but how to explain it. You are not new to him. എനിക്കിത് വിശദീകരിക്കാനാകുന്നില്ല. ദൈവത്തെ സംബന്ധിച്ച് നിങ്ങളൊരു പുതിയ ആളല്ല. For you, all these things might be new, but when you get into the spiritual world, I was already there. I expect this to happen. Everything falls into place. ജഡത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഈ കാര്യം തിരിച്ചറിയുമ്പോൾ ഇതെല്ലാം കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് പുതുതായിട്ട് തോന്നും. എന്നാൽ ആത്മമണ്ഡലത്തിൽ നിങ്ങൾ എത്തുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതാണ് യഥാർത്ഥത, ആ ആത്മീയതയാണ് അവിടേക്ക് കയറുക. I can tell you today when I preach, miracle will happen. എനിക്കറിയാം ഞാൻ ഇന്ന് പ്രസംഗിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. But I want to tell you, എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, you are the miracle worker. നിങ്ങളാണ് അത്ഭുതം പ്രവർത്തിക്കുന്ന വ്യക്തി. The name Jesus in your mouth is equal to God speaking himself. ദൈവം ഉച്ചരിക്കുന്ന അത്രേ ശക്തിയുണ്ട് നിങ്ങളുടെ വാഗുണ്ട്. യേശു എന്ന നാമം പറയുമ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട അതേ പവറാണ്. And when you speak in Jesus name, യേശുവിന്റെ നാമത്തിൽ എന്ന വാക്ക് നിങ്ങളുടെ നാവിൽ നിന്ന് ഉച്ചരിക്കുമ്പോൾ people will say, who are you who make yourself equal to God? Same way they asked Jesus. ജനങ്ങൾ നിങ്ങളോടും യേശുവിനോട് അന്ന് ചോദിച്ചു, നീ ആരടാ ദൈവത്തിന് സമനാക്കുവാൻ ഇത്രയും അധികാരം ഉപയോഗിക്കാൻ നീ ആരാന്ന് യേശുവിനോട് ചോദിച്ച അതേ ജനം നിങ്ങളോടും ചോദിക്കും. The Bible says, have the mind of Christ, who did not count it robbery to take things from God. He knew he was from the Father. കാരണം ദൈവവചനം പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിപ്പിൻ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ. Meaning to say, he came from the Father. He knew what he was doing. താൻ എന്താണ് ചെയ്തിരുന്നു? ഞാൻ ദൈവത്തിന് സമനാണെന്ന് തനിക്കറിയാമായിരുന്നു. Yet he made himself of no reputation. എന്നാൽ അവൻ സ്വയം റെപ്യൂട്ടേഷൻ ഇല്ലാത്തവനായി കാണിച്ചു. Don't go by what others say. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ട് പോകരുത്. The devil wants to discourage you. അതിലൂടെ നിങ്ങളെ നിരാശപ്പെടുത്തുവാനും നിരുത്സാഹിതരാക്കാനും പിശാച് നോക്കും. You are not ordinary. നിങ്ങൾ സാധാരണ വ്യക്തികളല്ല. You are not ordinary. സാധാരണ വ്യക്തികളല്ല. You look ordinary. കണ്ടാൽ സാധാരണക്കാരൻ തോന്നും. But an extraordinary God is in you. എന്നാൽ അസാധാരണനായ ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ട്. I can do all things. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലം ചെയ്യുവാൻ I can do all things. എനിക്ക് ചെയ്യുവാൻ കഴിയും. Through Christ. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖേന. Stand up wherever you are. നിങ്ങളായിരിക്കുന്നിടത്തൊന്ന് എഴുന്നേറ്റ് നിന്ന് Close your eyes. കണ്ണുകൾ അടച്ച് Look at your problem പ്രശ്നത്തെ ഒന്ന് നോക്കിയാൽ and command it in Jesus' name. Get out of my way. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. Put your own hand wherever you are sick. നമ്മുടെ ശരീരത്തിൽ രോഗമായിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് നിങ്ങൾ തന്നെ സൗഖ്യമാക്കാൻ പോകുന്ന ആ കൈവച്ചാട്ടെ. The sickness has a name. നിങ്ങളുടെ രോഗത്തിനൊരു പേരാണ്. Arthritis is a name. ആർത്രൈറ്റിസ് ഒരു പേരാണ്. Diabetes name. ഡയബറ്റിസ് ഒരു പേരാണ്. Many names, but you have a name above every name. പല പേരുകൾ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ രോഗം ആ പേരറിയപ്പെടുന്നില്ല. എന്നാൽ സകല പേരുകൾക്കും ഉന്നതമായ നാമമാണ് യേശുവിന്റെ നാമം. This name Jesus got it, obtained it by bringing devil under his feet, conquered. പിശാചിനെ തന്റെ കാൽ കീഴെ ചതച്ചവന്റെ പ്രവൃത്തികളെ പരാജയപ്പെടുത്തി ഈ നാമം യേശു പ്രാപിച്ചതാണ്, ഒബ്റ്റെയിൻ ചെയ്താണ്, യേശു നേടിയെടുത്ത നാമമാണ്. When you speak that name, ആ നാമം നിങ്ങൾ സംസാരിക്കും. it is as if Jesus is speaking. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ പവർ തന്നെയാണ്. Put your hand wherever you are sick. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചാൽ. You don't have to trust anyone else. ഞങ്ങളെയോ മറ്റാരെയോ നിങ്ങൾ ആശ്രയിക്കണം. You don't have to give money for healing.
സൗഖ്യത്തിന് വേണ്ടി ആർക്കും പൈസ കൊടുക്കണ്ട. Freely you have received. അത് സൗജന്യമായി തന്നിരിക്കുക. Jesus paid the price. യേശു അതിന്റെ വില കൊടുത്തു. Command that sickness, get out. I thought you are mine. No, you are not mine. നീ രോഗത്തോട് പറയണം, ഞാൻ ഓർത്തു ഇത് എനിക്ക് പാരമ്പര്യമായി കിട്ടിയതാ, ഞാൻ അനുഭവിച്ചില്ല. എനിക്ക് മനസ്സിലായി കാൽവറിയിൽ യേശു ഇത് നീക്കിയതാ. I ഇല്ല, am a new creation, not ഞാൻ പുതിയ സൃഷ്ടിയാണ്, പഴയ ആളല്ല. under new hereditary. ഞാൻ പുതിയ പാരമ്പര്യത്തിന് I കീഴിലാണ്. am no longer under curse. ഞാൻ ഇനി ശാപത്തിന് കീഴിലല്ല. No weakness. ഒരു ബലഹീനതയും ഞാൻ എടുക്കത്തില്ല. Every weakness, infirmity, Jesus took once for all. I am a new creation in Christ. ക്രിസ്തുവിൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. എൻ്റെ സകല ബലഹീനതകളും പാരമ്പര്യങ്ങളും ശാപങ്ങളും ക്രൂശിൽ യേശു എടുത്തു മാറ്റി ഞാൻ ദൈവത്തിൽ ജനിച്ച പുതിയ സൃഷ്ടിയാണ്. ഞാനിതൊന്നും അനുഭവിക്കാൻ തയ്യാറല്ല. I will set my mind where he is seated, where I am also seated. ഞാൻ എവിടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതുമായ ഞാനും അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതുമായ ഉയരത്തിൽ എൻ്റെ മനസ്സ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുക. I want to talk to all the young boys and girls who are watching me. ഇതിനെ കേട്ടോണ്ടിരിക്കുന്ന സകല ചെറുപ്പക്കാരോട് ഞാൻ സംസാരിക്കുന്നു. Don't limit yourself. നിങ്ങളെ തന്നെ പരിമിതപ്പെടുത്തരുത്. You have earthly fathers, but the original father is God himself who have sent you to this planet as an assignment. നിങ്ങൾക്ക് ഈ ലോകത്തിലെ പിതാവ് കാണും, പരിമിതികൾ കണ്ടേക്കാം. എന്നാൽ പരിമിതികളില്ലാത്ത സ്വർഗത്തിലെ ഒരു പിതാവ് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് തന്റെ മഹാത്മ്യം വെളിപ്പെടുത്തുവാൻ നിങ്ങളെ അയച്ചിരിക്കുക. The boy whom you saw who was drawing his mark sheet, drawing where whatever, he comes not from a good circumstance that he can boast of, but he has something to boast of. That is Jesus. നമ്മൾ മുമ്പേ കണ്ടില്ലേ, തന്റെ മാർക്ക് ലിസ്റ്റും താൻ ഡോക്ടറാൻ പോകുന്നതും വരച്ചൊരു മോൻ. ആ മോന് ഈ ലോകത്തിലെ പിതാവിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്വർഗത്തിലെ അവന്റെ പിതാവിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ വരച്ച ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Tell the problem enough. അവന്റെ പ്രശ്നങ്ങളോട് പറ മതി. Enough challenge. You get out. You were lying to me that you are mine. You are not mine. Glory is mine. Health is mine. Prosperity is mine. Every good thing is mine. പ്രശ്നങ്ങളോട് പറയണം മതി. നീ എനിക്കുള്ളതല്ല, രോഗമേ നീ എനിക്കുള്ളതല്ല, ദാരിദ്ര്യമേ എനിക്കുള്ളതല്ല. അതെ, സമൃദ്ധിയാണ് എനിക്കുള്ളത്, നന്മയാണുള്ളത്, സകല നന്മകളുമാണ് ക്രിസ്തുവിൽ എനിക്കുള്ളത് എന്ന് പറഞ്ഞാട്ട്. Lift your hands wherever you are, all the believers. തങ്കു ബ്രദറെ, ആ പയ്യൻ ഒരിക്കൽ പോലും നമ്മളെ വിളിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ഒരു ദൈവദാസന്റെ പുറകെ നടന്നില്ല. കേട്ട വചനം, തങ്കു ബ്രദർ പറഞ്ഞ് കേട്ട വചനം അവൻ്റേതായിട്ട് അവൻ ഏറ്റെടുത്തു. ഞാൻ പുതിയ സൃഷ്ടിയാണെങ്കിൽ എൻ്റെ അപ്പൻ ചായക്കടയിൽ പണി പോയിരുന്നാലും ഞാൻ ഡോക്ടറാവുമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തെങ്കിൽ ഇന്ന് കേൾക്കുന്ന ഓരോരുത്തരും ഞങ്ങളുടെ പുറകെയല്ല, ഒരു ദൈവദാസന്റെ പുറകെയല്ല, നിങ്ങളിലുള്ളവൻ ആരെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ വീട് അത്ഭുതമായി മാറ്റപ്പെടും. റോഖോ ശാന്തരേ. Do you really believe Jesus is alive? വാസ്തവത്തിൽ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ? Do you believe? ഇതിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെ സത്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? Seems foolishness. ഇത് മനുഷ്യബുദ്ധിയിൽ നോക്കിയാൽ വെറും മൗഢ്യമായിട്ടൊക്കെ തോന്നും. But for a spiritual man, this is the power of God. പ്രാകൃത മനുഷ്യന് ഇത് ഭോഷത്വമായി തോന്നുമെന്നും എന്നാൽ വിശ്വസിക്കുന്നവന് ദൈവശക്തി ആയിരിക്കുമെന്നും ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. For a natural man, this is a religion. For a spiritual man, this is a family. പ്രകൃതിക്കനുസരിച്ചുള്ള ഒരു നാച്ചുറൽ മനുഷ്യന് ഇതൊരു മതപരമായ ആചാര ഗ്രന്ഥം മാത്രമാണ്. എന്നാൽ ഒരു ആത്മീയനെ സംബന്ധിച്ച് ഇതവന്റെ സത്യമാണ്. For a new creation who knows who he is, when he cannot think anymore what will happen, he will close his eyes and start rabala hasyala rukhonoru vasyadara rekhasyandara, and heavens will start shaking, earth will start stirring. ഒരു പുതിയ മനുഷ്യനെ സംബന്ധിച്ച്, പുതിയ സൃഷ്ടി, അവനെ ഒരു പുതിയ സൃഷ്ടിയെ സംബന്ധിച്ച് അവൻ നോക്കുമ്പോൾ ലോകത്തിൽ പല കാര്യങ്ങളും ബുദ്ധിക്ക് മനസ്സിലാകാത്ത നിലയിൽ ഒരുപക്ഷെ പ്രതികൂലമാകാം. അപ്പോൾ അവിടുന്ന് തന്റെ കണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവൻ ആത്മാവിലായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആത്മാ മണ്ഡലത്തിലേക്ക് കയറുമ്പോൾ അവിടെ പ്രതിസന്ധികളില്ല, അവിടെ തകർച്ചകളില്ല, അവിടെ തടസ്സങ്ങളില്ല, അവിടെ മലകളില്ല, സകലവും തുറന്നു കിടക്കുകയാണ്. അവൻ ബുദ്ധിയെ നിഷ്ഫലമാക്കും. സ്വിച്ച് ഓഫ് ചെയ്യും. ബുദ്ധി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആത്മാവിന്റെ മണ്ഡലം. When you start speaking in the spirit,
ആത്മാവിൽ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ the devil will say, this is foolishness. പിശാച് ബുദ്ധിയിൽ പറയും, ഇത് മണ്ടത്തരമാണ്. You will hear others say, it has all stopped. മറ്റു ചില തിയോളജിക്കാരും ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും, ഇത് പണ്ടേ നിന്ന് പോയതാ. According to 1987, it has stopped. 1987 ഇന്ന പഠിപ്പീരനുസരിച്ച് നിന്ന് പോയെന്ന് പറഞ്ഞേക്കാം. But what to do? God introduced himself as I am. എന്നാൽ എന്ത് ചെയ്യാന്? ദൈവം സ്വയം പരിചയപ്പെടുത്തിയ ഞാൻ ആകുന്നവൻ. ഇന്നലകളിൽ കഴിഞ്ഞു പോയവനല്ല, ഇന്നും ഞാൻ അങ്ങനെ തന്നെ. The mind, make your mind unfruitful and start operating in the spirit, where there is no limitation, no boundaries. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ബുദ്ധി അഫലമായിരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധി ഫലം പുറപ്പെടുവിക്കുന്ന നിർത്തി മൈൻഡിനെ അൺഫ്രൂട്ട്ഫുൾ ആക്കിയിട്ട് നിന്റെ ആത്മാവ് അന്യഭാഷകളിൽ ദൈവത്തിൽ സംസാരിക്കട്ടെ. Today, ഇന്ന് I know time is running. എനിക്കറിയാം സമയം ഓടിപ്പോവുകയാണ്. I thank you ACV, you are not switching off. Thank you very much. ACV-കാരെ നിർത്താതിരിക്കുന്നതിന് നന്ദി. Bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. After this meeting, ഈ മീറ്റിംഗിന് ശേഷം walk in your home. നിങ്ങളുടെ വീട്ടിൽ നടക്കണം. Wherever the sole of your feet is stamping, the whole house will be filled with the glory of God. നിങ്ങളുടെ കാൽപാദം സ്പർശിക്കുന്നിടമെല്ലാം ദൈവമഹത്വം കൊണ്ട് നിറയും. You are powerful. നിങ്ങൾ ശക്തരാണ്. You are valuable. നിങ്ങൾ ശക്തരാണ്. Wherever you stand, enemies scattered. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അവിടെയാണ് ശത്രു ചിതറിപ്പോകുന്നത്. I know in my spirit that everyone who has taken the word, they can feel their feet already on fire. എനിക്കറിയാം, ഇന്ന് ഈ വചനം ഗൗരവത്തോടെ ഓടുത്ത ഓരോ മക്കൾക്കും അവരുടെ പാദങ്ങൾ അഗ്നിയിൽ നിൽക്കുന്നത് അവർക്കറിയാം. You are not ordinary. നിങ്ങൾ സാധാരണ വ്യക്തികളല്ല. You are a child of a father whose eyes are flames of fire. കണ്ണഗ്നിജാലയ്ക്ക് തുല്യമായ ഒരു പിതാവിന്റെ മക്കളാണ് നിങ്ങൾ. Who replies by fire. തീ കൊണ്ട് ഉത്തരമരുളുന്ന പിതാവ്. Fire, അഗ്നി is love. സ്നേഹത്തിന്റെ അഗ്നിയാണത്. Father, it is your word that if two agree on anything on this earth, പിതാവേ, അങ്ങയുടെ വചനമാണ് ഈ ഭൂമിയിൽ ഏതിലെങ്കിലും രണ്ടു പേർ ഒരുമനപ്പെട്ടാൽ we are agreeing. പിതാവേ, ഞങ്ങൾ ഈ വചനത്തിന്മേൽ ഞങ്ങൾ ഒരുമനപ്പെടുന്നു. Agreeing in prayer that whoever heard this word, their heart will open to understand the word as it was spoken. ഇന്ന് കർത്താവേ, അവിടുന്ന് പുറപ്പെടുവിച്ച തിരുവചനം അതിൻ്റെ യഥാർത്ഥ ദൈവിക ജ്ഞാനത്തിൽ ഗ്രഹിക്കുവാൻ ഓരോ ഹൃദയങ്ങളെയും തുറക്കുവാൻ ഞങ്ങൾ ഒരുമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. We are together in one mind praying for all those who are watching us for the first time. ആദ്യമായിട്ട് ഈ സന്ദേശം കേട്ട മക്കളെയും ഞങ്ങൾ ഒന്നിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. In the name of Jesus, യേശു ക്രിസ്തുവിൻ let നാമത്തിൽ every disappointment leave in Jesus' name. എല്ലാ നിരാശകളും യേശുവിൻ നാമത്തിൽ അവരെ വിട്ടുമാറട്ടെ. Every sickness, every pain, every infirmity, in the name of Jesus, out you go. എല്ലാ രോഗങ്ങളും, എല്ലാ ബലഹീനതകളും, എല്ലാ പ്രതിസന്ധികളും, എല്ലാ ഞെരുക്കങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുപോട്ടെ. Father, we are praying for every minister of God. കർത്താവേ, അങ്ങയുടെ ശുശ്രൂഷ നിവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. Help them, help us to make Jesus more simple. ഈ യേശുവിനെ കൂടുതൽ സരളമായി മനുഷ്യർക്ക് വിളമ്പിക്കൊടുക്കുവാൻ അവരെയും ഞങ്ങളെയും ഇനിയും സഹായിക്കണേ.